വിശേഷിപ്പിക്കുന്നതിൽ യാതൊരു നിസ്സംശയവും വേണ്ട. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ പ്രവാസ ഭൂമിയുടെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ, യു എയിൽ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ജാതി മത ഭേദമന്യേ അന്ത്യകർമ്മം വരെ യാതൊരു ലാഭേച്ഛയും പ്രതീക്ഷിക്കാതെ തൻ്റെ സ്വകാര്യ സമയം മുഴുവൻ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു മഹാ വ്യക്തിയാണ് അദ്ദേഹം പ്രവാസ ഭാരതി പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട്. അദ്ദേഹത്തെ അക്കാഫിൻ്റെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീ ഷാഹുൽ ഹമീദ്. അക്കാഫിൻ്റെ തുടക്കകാലം മുതൽ സഹയാത്രികനും മാർഗദർശിയുമായ അദ്ദേഹം അക്കാഫിൻ്റെ മികച്ച പ്രസിഡന്റുമാരിൽ ഒരാളും അക്കാഫിന് തന്നെ ജനറൽ സെക്രട്ടറിയായും ട്രഷററായും കഴിവ് തെളിയിച്ച അപൂർവ വ്യക്തിത്വത്തിൻ്റെ ഒരു ഉടമയാണ് അദ്ദേഹം. ഇപ്പോൾ അക്കാഫിൻ്റെ ചെയർമാനാണ്. അദ്ദേഹത്തിന് അക്കാഫിൻ്റെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അനൂപ് അനിൽ ദേവൻ. അക്കാഫിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം അക്കാഫിൻ്റെ ഇപ്പോഴുള്ള ദൈനംദിന കാര്യങ്ങൾ ഇടപെടുകയും അവസരോചിതമായി കാര്യങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടൽ നടത്തുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും എപ്പോഴും മുൻപന്തിയിൽ തലയെടുപ്പോടുകൂടി അക്കാഫിൻ്റെ മുൻനിര പോരാളിയായി അനൂപ് അൽദേവൻ എപ്പോഴും നിലകൊള്ളുന്നുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്ത വ്യക്തി അഡ്വക്കേറ്റ് ഹാഷിഖ്. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതുപോലെ തന്നെ യു എയിലെ മികച്ച സാമൂഹിക പ്രവർത്തകനും അഭിഭാഷകനുമായ അദ്ദേഹം അക്കാഫിൻ്റെ സ്വകാര്യ അഹങ്കാരം കൂടെ തന്നെയാണ്. യു എയിലെ പ്രമുഖ സംഘടനകളുടെ പ്രധാന അമരക്കാരനും അതിലുപരി മനുഷ്യസ്നേഹിയായ അദ്ദേഹത്തിൻ്റെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ അദ്ദേഹം അക്കാഫിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടെയാണ്. മനോജ് കെ വി. അക്കാഫിൻ്റെ മുൻനിര പോരാളിയും അതിലുപരി സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ പ്രാവീണ്യവുമുള്ള അക്കാഫിൻ്റെ സ്വന്തം ബ്രോ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിനെ ഇപ്പോൾ അലങ്കരിക്കുന്ന പദം ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അക്കാഫിൻ്റെ വൈസ് ചെയർമാൻ ശ്രീ ബക്കർ അലി, ട്രഷറർ റിവ ഫിലിപ്പോസ്, ജോയിൻറ്റ് ട്രഷറർ ജൂഡിൻ ഫെർണാണ്ടസ്, ATF കൺവീനർ കോശി ഇടുക്കള എന്നിവരെയും അക്കാഫിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ വെൽനസ് പ്രോഗ്രാമിന് ചുക്കാൻ പിടിച്ച വനിതാ വിഭാഗം, പ്രത്യേക അഭിനന്ദനങ്ങൾ പറയാതെ വയ്യ. ലേഡീസ് വിങ്ങിൻ്റെ പ്രസിഡന്റ് അന്നു പ്രമോദ് വെൽനസ് പ്രോഗ്രാം തുടക്കം മുതൽ തന്നെ ഈ നിമിഷം വരെയും അതിൻ്റെ പ്രധാന ഘടകമായി തന്നെ പ്രവർത്തിച്ചു വരികയാണ്. ലേഡീസ് വിങ്ങിൻ്റെ പ്രവർത്തനം എത്ര പറഞ്ഞാലും അതിലുപരി പ്രശംസനീയം തന്നെയാണ്. അക്കാഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രസിഡന്റ് അന്നു പ്രമോദിനെ ഈ വേദിയിലേക്ക് സദയം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം വനിതാ വിങ്ങിൻ്റെ ചെയർപേഴ്സൺ ശ്രീ റാണി സുധീർ, സെക്രട്ടറി വിദ്യ പുതുശ്ശേരി, മറ്റു വനിതാ അംഗങ്ങളെയും ഇതിലോട്ട് സ്വാഗതം ചെയ്യുകയാണ് അക്കാഫിൻ്റെ വേദിയിലേക്ക്. ഒപ്പം ഇതുമായി സഹകരണവും പിന്തുണവും നൽകിയ എല്ലാ അക്കാഫ് കുടുംബാംഗങ്ങളും, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉൾപ്പെടെ എല്ലാ മെമ്പർ കോളേജ് പ്രതിനിധികൾക്കും കൂടെ നമ്മുടെ ആസ്റ്റർ കുടുംബത്തിലെ സഹകരിച്ചിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും നമ്മൾ അക്കാഫ് ഈ വേദിയിലേക്ക് സ്വാഗതം പറയുന്നു. അക്കാഫ് ആസ്റ്റർ ഈ വെൽനസ് പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. നന്ദി. നമ്മുടെ പ്രിയപ്പെട്ട നമ്മൾ പലപ്പോഴും അദ്ദേഹത്തിന് വിളിക്കുന്ന പേര് തന്നെ VS എന്ന് മാത്രമാണ്. VS the GS എന്നാണ് അറിയപ്പെടുന്നത്. നന്ദി പ്രിയപ്പെട്ട VS. അക്കാഫ് ആസ്റ്റർ കുടുംബം എന്ന് വിളിക്കാനാണ് നമുക്ക് ആഗ്രഹം. ഇനി മുതൽ ആസ്റ്ററിലെ ഒരു വലിയ സംഘം ആൾക്കാർ നമ്മളോടൊപ്പം ഇപ്പോഴും ഇതിനു മുൻപും പ്രവർത്തിച്ചു വരുന്നു. അവരെല്ലാവരും നമ്മോടൊപ്പം വന്നുണ്ട്. നന്ദി. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന വ്യക്തിത്വം ഒരു പക്ഷേ മലയാളിക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പേരാണ്.
അവരെ അമ്മ എന്ന് വിളിക്കുന്നവരുണ്ട്, അവരെ ടീച്ചർ എന്ന് വിളിക്കുന്നവരുണ്ട്, അവരെ ദൈവമെന്ന് വിളിക്കുന്നവരുണ്ടാവാം. എന്തായാലും അഭിമാനം, അഭിമാനം, അഭിമാനം എന്ന 3 വാക്കുകൾ കൊണ്ടാണ് അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൻ്റെ സ്വന്തം ആരോഗ്യമന്ത്രി. നിപ്പയ്ക്കും അതിനിപ്പുറം കൊറോണയ്ക്കും എതിരെയുള്ള പ്രതിരോധത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായ നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കാൻ ഒരു ബുദ്ധിമുട്ട് അറിയിച്ചിരുന്നു. പക്ഷേങ്കിലും മാഡത്തിൻ്റെ ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഷെയർ ചെയ്യുകയാണ്. ചെറിയ ഒരു ടെക്നിക്കൽ എറർ നമ്മൾ കണ്ടിരുന്നു, എങ്കിലും നിങ്ങൾക്ക് ആ മെസ്സേജ് കിട്ടാതെ പോകരുത് എന്നുള്ളത് കൊണ്ട് അത് നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നിൽ അവതരിപ്പിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗൾഫ് മലയാളികൾ, പ്രവാസികൾ പലപ്പോഴും മനുഷ്യസ്നേഹപരമായ ഒട്ടേറെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതാണ് കാണുന്നത്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് കേരളത്തിലെ കോളേജുകളിലെ UAE-യിൽ താമസിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടന ഇപ്പോൾ നടത്തുന്നത്. അവരുടെ മാതൃസംഘടനയാണ് അക്കാഫ്. അക്കാഫ് അവരുടെ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമായി ആരോഗ്യ സംരക്ഷണത്തിനായി ഒരു പ്രത്യേക പരിപാടി തീരുമാനിച്ചിരിക്കുന്നു. ആസ്റ്ററുമായി ചേർന്ന് ഒരു വെൽനസ് പ്രോഗ്രാമാണ് നടപ്പിലാക്കുന്നത്. 162ഓളം കോളേജുകളിൽ നിന്നുള്ള 75,000-ലേറെ വരുന്ന അംഗങ്ങളാണ് അക്കാഫിലുള്ളത്. മാതൃകാപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ അക്കാഫിൻ്റെ നേതൃത്വത്തിൽ ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാവർക്കും ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് അക്കാഫിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ വീണ്ടും തുടങ്ങാൻ സാധിക്കുന്നു. അങ്ങനെയാണ് ഇന്ന് ഒരു വെൽനസ് പ്രോഗ്രാമിന് തുടക്കം കുറിക്കുന്നത്. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി അക്കാഫ് ആരംഭിക്കുന്ന ഈ വെൽനസ് പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഇതോടൊപ്പം ഇതുമായി സഹകരിക്കുന്ന ആസ്റ്ററിനും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തകർക്കുമെല്ലാം പ്രത്യേക അഭിനന്ദനങ്ങൾ പറയുന്നു. അക്കാഫിന് വേണ്ടി അതിൻ്റെ പ്രസിഡന്റ് ചാൾസ് പോൾ എന്നെ സമീപിച്ചിരുന്നു ഈ പരിപാടി ലഭ്യമാകുന്നതിന്. എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തതിന്. നല്ല രീതിയിൽ അലൂമിനി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓരോ അംഗങ്ങൾക്കും അവരുടെ കുടുംബത്തിനും നല്ല ആരോഗ്യമുണ്ടാകാൻ നിങ്ങളുടെ ഇടപെടൽ കൊണ്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്തരം നല്ല പരിപാടി നടത്തിയതിന് അക്കാഫിൻ്റെ അംഗങ്ങൾക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു. ഒത്തിരി നന്ദി പറയുന്നു. അടുത്തതായിട്ട് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത്, വി ആർ റിയലി പ്രിവിലേജ്ഡ് ടു ഹാവ് ഡോക്ടർ ആസാദ് മൂപ്പൻ വിത്ത് അസ് ടുഡേ. ഡോക്ടർ ആസാദ് മൂപ്പനെ പറ്റി നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. എന്നാലും പറയാതിരിക്കാൻ വയ്യ. I would like to read out something about Dr. Azad Moopen. He is an Indian physician turned entrepreneur and philanthropist based in Dubai. He passed his MBBS with gold medal and MD from the Government Medical College, Calicut, and he did his DT/CD from Delhi University, India. In 1987, that's when he finished. He's the founder, chairman, and managing director of Aster DM Healthcare, a public listed company in the Indian Stock Exchange. Now, to tell you a little bit about Aster DM Healthcare, it has operations in GCC and in India, and it employs over 20,000 people, which includes 3,100 doctors, 7,200 nurses, 3,500 plus paramedical staff. And it has 380 establishments, which comprises of 25 hospitals, 117 clinics, and 238 pharmacies. 20 million patients are being served every year. It is indeed our privilege to invite Dr. Azad Moopen to give us the keynote address. Dr. Azad Moopen, please. Thank you very much. Thanks a lot for that very lavish introduction. My dear friends, ആദ്യമായിട്ട് നമ്മളുടെയൊക്കെ ഒരു സ്വകാര്യ അഭിമാനമായ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർ നമ്മളോട് സംസാരിച്ചത് കേട്ടു. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളത്തെ മുന്നിൽ നിന്നുകൊണ്ട് ആരോഗ്യരംഗത്തെ നയിക്കുന്ന ടീച്ചറെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല.
ഇന്ന് ഈ യോഗത്തിൽ എന്നെ ക്ഷണിച്ച് ഇതിൽ പങ്കെടുക്കുവാൻ നിർബന്ധിച്ച അക്കാഫിൻ്റെ എല്ലാമായ അക്കാഫിൻ്റെ ചീഫ് പേട്രണായ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ അവർകളെ ആദ്യമായിട്ട് ഞാൻ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രസിഡന്റ് ചാൾസ് പോൾ, ജനറൽ സെക്രട്ടറി ബിജു കുമാർ, പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് പ്രശസ്തരും പ്രഗത്ഭരുമായ ശ്രീ പി ജോൺസൺ, അഷ്റഫ് താമരശ്ശേരി, മിഥുൻ രമേഷ്, നിങ്ങളുടെ തന്നെ കൂടെയുള്ള നിങ്ങളുടെ പഴയ പ്രസിഡന്റും ഇപ്പോൾ ചെയർമാനുമായ ഷൗൽ ഹമീദ്, മറ്റു പലരുമുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് എടുത്ത് പറഞ്ഞുകൊണ്ട് സമയം കളയുന്നില്ല. എല്ലാവർക്കും എൻ്റെ നന്ദി. അതോടൊപ്പം തന്നെ എനിക്ക് അക്കാഫിനെ കുറിച്ച് വലിയ അഭിമാനമാണ്. കാരണം ഞാനിവിടെ ഒരു കോളേജിൻ്റെ എൻ്റെ ഫറൂഖ് കോളേജ് ഓൾ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. അതിൻ്റെ സ്ഥാപക പ്രസിഡൻ്റായിരുന്നു ഞാൻ. അപ്പോൾ അതൊരു 10-500 പേരുള്ള ഒരു സംഘടന. പക്ഷേ ഞാൻ അക്കാഫിനെ നോക്കുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ പലപ്പോഴും മദർ ഓഫ് എവരിത്തിങ്, അതേപോലെ തന്നെ മദർ ഓഫ് ഓൾ അലംനൈ അസോസിയേഷൻസ് ഇൻ ദ വേൾഡ് ആണ് ശരിക്ക് അക്കാഫ്. മദർ ഓഫ് ഓൾ അലംനൈ അസോസിയേഷൻസ്. കാരണം 162 കോളേജുകളും അതോടൊപ്പം 75,000 വിദ്യാർത്ഥികളെ പ്രതിനിധാനം ചെയ്യുന്ന, അതിൽ ആക്റ്റീവായിട്ട് അത്ര പേരുണ്ടാകില്ല, പക്ഷേ ഇത്രയും പേര് ആ ഒരു റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സംഘടന എന്ന നിലയിൽ അതിയായ സന്തോഷമുണ്ട് ഇത്രയും വലിയൊരു സംഘടന നിങ്ങൾ കെട്ടിപ്പടുത്തതിൽ. അതോട് ഒപ്പം തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ അക്കാഫ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ തുടക്കത്തിലൊക്കെ അത് ഒരു സോഷ്യോ കൾച്ചറലായിരിക്കാം, പക്ഷേ കഴിഞ്ഞൊരു വർഷമായിട്ട് അക്കാഫ് ചെയ്ത പ്രവർത്തനങ്ങൾ അത് ഒരു ഫിലാന്ത്രോഫിക് ആക്ടിവിറ്റീസിൽ ഫോക്കസ് ചെയ്തുകൊണ്ട്, നാച്ചുറലി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതാണ് വേണ്ടതെന്നുള്ളതിന് ഒരു സംശയവുമില്ല. ആ ഒരു ഫോക്കസ് അക്കാഫ് കൊടുത്തതിൽ വളരെ നന്ദിയുണ്ട്. ചില പ്രവർത്തനങ്ങളിലൊക്കെ അക്കാഫുമായിട്ട് ഒന്നിച്ചു ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ആസ്ട്രം പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കൊല്ലം നോക്കുമ്പോൾ അത് ക്വാറന്റൈൻ ക്യാമ്പ്സിലായാലും, അല്ലെങ്കിൽ ഈ ഭക്ഷണവും മെഡിക്കൽ സപ്ലൈസും എത്തിക്കുന്നതിലായാലും, അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് നോർക്കയുമായി ചേർന്നുകൊണ്ട് അതിനെക്കുറിച്ചായാലും, അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ് അത് ഏറ്റവും നല്ല രീതിയിൽ നടത്തി അതേക്കുറിച്ചായാലും, ഇവിടെ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റ്സിൽ ഒരുപാട് പേരെ നാട്ടിലെത്തിച്ചത് നോക്കിയാലും, അല്ലെങ്കിൽ ക്യാൻസർ പ്രിവെൻഷൻ പ്രോഗ്രാംസ്, ഇത് പല അവയർനെസ് ആൻഡ് സ്ക്രീനിങ് പ്രോഗ്രാംസ് നിങ്ങൾ നടത്തുകയുണ്ടായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നടത്തി ഈ ഒരു കൊല്ലം കൊണ്ട്. അതിൻ്റെ മുമ്പ് നിങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്. ഫാമിലി വെൽഫെയർ സ്കീമും ചിൽഡ്രൻസ് ക്ലബ്ബും പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വർഷം ചെയ്ത ഈ ഒരു പ്രവർത്തനങ്ങൾ നിങ്ങളെ വേറിട്ട ഒരു സംഘടനയായിട്ട് അക്കാഫിന്, നിങ്ങളെ എന്ന് പറയേണ്ട, ഞാനും ഇതിൻ്റെ ഒരു അംഗമാണ്, കാരണം ഫറൂഖ് കോളേജ് ഇതിലൊരു ഭാഗമാണ്, നമുക്ക് ശരിക്കും അഭിമാനിക്കാം. ഈ സാഹചര്യത്തിലാണ് നമ്മൾ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നാം എല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത്. കേരളം, ഇവിടെ ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു. കേരളം ലോകത്തിന് തന്നെ ഒരു അത്ഭുതം സൃഷ്ടിച്ചു കേരളം ഈ ഒരു കൺട്രോൾ ചെയ്യുന്നതിൽ കോവിഡ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ നമ്മളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മളുടെ ആ ഒരു വളരെ പ്രിവെൻറ്റീവ് ഏരിയയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചത് കൊണ്ടും, അത്ര നല്ല ഒരു റോഡ് മാപ്പൊക്കെ ഇട്ടുകൊണ്ട് ആൾക്കാരെയൊക്കെ ട്രേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കെട്ടിയടച്ച് നമ്മൾ കോവിഡിനെ മാറ്റാൻ നോക്കിയെങ്കിലും കേരളത്തിൽ ഇപ്പോൾ അതൊരു തിരിച്ചടി എന്ന നിലയിൽ കുറച്ചൊക്കെ വന്നിരിക്കുകയാണ്. കാരണം കേരളത്തിലെ പോസിറ്റിവിറ്റി നിരക്ക് വെറും 12% സീറോ പോസിറ്റിവിറ്റി. അതായത് നമുക്ക് ആ ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റിയുടെ ഒരു കുറവ് വന്നിട്ടുണ്ട് ഇന്ത്യയിൽ ഒട്ടാകെ നോക്കുമ്പോൾ. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ ഈ ഒരു ഇത് കൂടുതൽ ആൾക്ക് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും നല്ല രീതിയിൽ ഒരു വാക്സിനേഷൻ ഒക്കെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അക്കാഫ് ഇവിടെ ആയാലും നാട്ടിലായാലും ഒക്കെ തന്നെ ആ ഒരു കാര്യത്തിൽ കൂടുതൽ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാക്സിനേഷൻ്റെ കാര്യത്തിലും അക്കാഫ് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ കാര്യത്തിലോട്ട് അധികം പോകുന്നില്ല. ഇവിടെയും നമുക്കറിയാം പ്രോബ്ലം ഉണ്ട്, ഇവിടെയും നമ്പേഴ്സൊക്കെ കൂടി വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മളുടെ പ്രതീക്ഷ അത് ഈ വാക്സിനേഷൻ കൊണ്ടും അതേപോലെ മറ്റുള്ള നിലയിലും അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ, കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമുക്ക് തന്നെ മാനസികമായിട്ട് വളരെ വിഷമിച്ചിരിക്കുകയാണ്. പീപ്പിൾ ആർ ഓൾ ഗ്ലൂമി, ദേ ആർ ഓൾ സോ അൺഹാപ്പി.
ഈ ഒരു സിറ്റുവേഷൻ മാറേണ്ടതുണ്ട്. ഒരു പോസിറ്റിവിറ്റി വീണ്ടെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് നമുക്കൊക്കെ. നമ്മളൊക്കെ ഈ കോവിഡിന് ശേഷം എന്നുള്ളതൊക്കെ മാറിക്കൊണ്ട് ലിവിങ് വിത്ത് കോവിഡ് എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ബി പോസിറ്റീവ് ബട്ട് ടെസ്റ്റ് നെഗറ്റീവ് എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു മുദ്രാവാക്യം. നമ്മൾ മനസ്സിൽ പോസിറ്റീവ് ആയിരിക്കണം. അത് പക്ഷേ നമ്മൾ അതേ സമയം ഫിസിക്കലായിട്ട് നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ നെഗറ്റീവായി ടെസ്റ്റ് ചെയ്യാനും വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ നമുക്കറിയാം WHO തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് സ്പിരിച്വൽ, മെൻ്റൽ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് എന്നാണ്. അതായത് മാനസികമായിട്ടും അതേപോലെ തന്നെ സ്പിരിച്വൽ ഒരു ആധ്യാത്മികമായിട്ടും പിന്നെ ശാരീരികമായിട്ടും പിന്നെ സോഷ്യലായിട്ടുള്ള ഒരു വെൽബീയിങ്ങിൽ ഉണ്ടായാലേ ഹെൽത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ വെൻ യു ആർ ലുക്കിംഗ് അറ്റ് കോവിഡ്, ഇത് നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തിനെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ ശരിക്കും. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളുടെ മെൻ്റൽ ഹെൽത്തും അതേപോലെ തന്നെ സോഷ്യൽ ഹെൽത്തും. ഇപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മൾ ഈ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറഞ്ഞത് തീരെ ശരിയല്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മളൊക്കെ ഒരു 500 പേര് എങ്കിലും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ആൾക്കാരും നമ്മളൊക്കെ ഒന്നിച്ച് നമ്മൾ കൂടിച്ചേരുന്നുണ്ട്. അതാണ് സോഷ്യൽ ഗെറ്റ് ടുഗദർ. അപ്പോൾ ഈ ഫിസിക്കൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്നത് ശരിയല്ല. ഇറ്റ് ഹാസ് ടു ബി എ സോഷ്യൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്നത് ശരിയല്ല. ഫിസിക്കൽ ഡിസ്റ്റൻസിങ് ആണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ സോഷ്യലായിട്ട് നമ്മൾ ഡിസ്റ്റൻസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല, പ്രത്യേകിച്ച് ഈ വിർച്വൽ യുഗത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് നമ്മളുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതേക്കുറിച്ചിട്ടുള്ള ആ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള ഒരു ആഗ്രഹത്തിലാണ് അക്കാഫ് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഭാഗഭാക്കാകാൻ ആസ്റ്ററിന് കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് വെൽനെസ് ആണ് അതിൻ്റെ ഫോക്കസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇൽനെസ് ഫോക്കസ് ആയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആ ഒരു ഭൂമിയായിട്ട് ഒരു സ്റ്റേറ്റിലോട്ട് പോകും. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു 3 months ക്യാമ്പയിൻ ആ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഹെൽത്ത് ഇംപ്രൂവ്മെന്റ്, അതിൻ്റെ കൂടെ പല കാര്യങ്ങളുണ്ട്. ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള ഹെൽത്ത് പാക്കേജസ് ഉണ്ട് മെമ്പേഴ്സിനുള്ള, പിന്നെ ഒരു പാരൻസിനെ നാട്ടിൽ നോക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, ഫിറ്റ്നസ് പ്രോഗ്രാംസ് ഉണ്ട്, അതേപോലെ തന്നെ പലതും ഇതിൻ്റെ കൂടെ ഭാഗമായിട്ടുണ്ട്. ഇതിൽ ഭാഗഭാക്കാകാൻ ആസ്റ്ററിന് കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ആസ്റ്റർ ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ആസ്റ്റർ വോളണ്ടിയേഴ്സ് വളരെയധികം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും അതേപോലെ തന്നെ ഗൾഫ് നാടുകളിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ചെയ്യുന്നുണ്ട്. അത് പല മേഖലകളിൽ, ഞാൻ അതിൻ്റെ അധികം ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ ചെയ്യുന്ന ഇതേപോലെയുള്ള സോഷ്യലായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റും ഇതേപോലെയുള്ള അവെയർനെസ്സും ഇതേപോലെയുള്ള ഡിറ്റക്ഷൻ ക്യാമ്പ്സും ഒക്കെ. അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഒരു സെക്കൻഡ് മദർലാൻഡ് എന്ന് പറയാവുന്ന, നമ്മളൊക്കെ ഇവിടെ തന്നെ ജനിച്ചതല്ലെങ്കിൽ ഇവിടെ വളർന്ന് ഇവിടെ സന്തോഷിക്കുന്ന നമ്മളുടെയൊക്കെ ഈ നാട്ടിൽ അതിനുള്ള ഒരു സാഹചര്യം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ വാക്ക് തരുന്നു, ഇതിൽ മാത്രമല്ല എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ കൂടെ ഉണ്ടാകും, ആസ്റ്റർ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും. ജയ് ഹിന്ദ്. വരുമ്പോൾ ചരിത്രം വഴിമാറും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. കാരണം 3-4 ദശകങ്ങൾക്കപ്പുറം ഇവിടെ വന്നതെന്ന് ഇന്ന് മലയാളിക്ക് എടുത്തു പറയാവുന്ന ആദ്യത്തെ ഒന്നാമത്തെ തന്നെ പേരുകാരനായി മാറുക എന്നുള്ളത് ഒരു അത്ഭുതം മാത്രമല്ല, നമുക്കെല്ലാം അനുകരിക്കാവുന്ന മാതൃക കൂടിയാണ്. ഒരു ചെറിയ കാര്യം കൂടെ പറയണമെന്ന് തോന്നുന്നു. കാരണം ഒരുപക്ഷെ നമ്മൾ പലരും അക്കാഫിൻ്റെ ഭാരവാഹികളാണ്. പക്ഷേ നമ്മൾ പോലും അങ്ങ് ഓർമ്മിച്ചെടുത്ത പോലെ ഈ വർഷം അക്കാഫ് ചെയ്ത കാര്യങ്ങൾ ഇത്ര വ്യക്തമായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒറ്റയടിക്ക് പറഞ്ഞാൽ കഴിയുമായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എത്രമാത്രം അങ്ങ് നമ്മളെ അടുത്ത് നിന്ന് നോക്കിക്കാണുന്നു എന്നറിയുന്നത് നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ അതിന് നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ വളരെ വളരെ പ്രത്യേകം നന്ദി പറയുന്നു. വി വിൽ ട്രൈ ടു ബി പോസിറ്റീവ് ആൻഡ് ടെസ്റ്റ് നെഗറ്റീവ്. താങ്ക് യു സോ മച്ച് ആൻഡ് എസ്പെഷ്യലി ഫോർ ദ സപ്പോർട്ട് യു ആർ ഗിവിംഗ് ഫ്രം ആസ്റ്റർ. ഇനി എനിക്ക് വേദിയിലോട്ട് ക്ഷണിക്കാനുള്ള ആൾ, അദ്ദേഹത്തിന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഇദ്ദേഹം, നമ്മൾക്കെല്ലാവർക്കും 24 മണിക്കൂറല്ലേ ഒരു ദിവസത്തിൽ സമയമുള്ളൂ. അപ്പോൾ അതിനിടയിൽ എങ്ങനെയാണ് ഇത്രമാത്രം സംഘടനകളിലും ഇത്രമാത്രം കാര്യങ്ങളിലും ഇടപെടാൻ സാധിക്കുന്നതും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വളരെ വിജയകരമായി ഒരു വ്യവസായം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. എനിക്കെന്നും അത്ഭുതമായിട്ടുള്ളൊരു മനുഷ്യൻ.
എപ്പോൾ നോക്കിയാലും ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരു മനുഷ്യൻ. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ സാധാരണ അദ്ദേഹത്തിൻ്റെ മേലേക്ക് ചാരി വെച്ച് ഒഴിഞ്ഞു മാറുകയാണ് പതിവ്. അദ്ദേഹമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അക്കാഫിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ചാൾസ് പോളിനെ ഈ ഉദ്യമത്തിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വെരി ഗുഡ് ഈവനിങ് ടു ഓൾ റെസ്പെക്റ്റഡ് ആൻഡ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ്. നമ്മുടെ കേരള ഓണറബിൾ ഹെൽത്ത് മിനിസ്റ്റർ ശ്രീമതി കെ ശൈലജ, ആസ്റ്റർ DM ഹെൽത്ത് കെയറിൻ്റെ ഫൗണ്ടർ, ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ആസാദ് മൂപ്പൻ, അക്കാഫിൻ്റെ എല്ലാമായ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, ശ്രീ നിതിൻ രമേശ്, ശ്രീ അഷ്റഫ് താമരശ്ശേരി, ശ്രീ ജോൺസൺ, EP ജോൺസൺ, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ്, അതുപോലെ തന്നെ അക്കാഫിൻ്റെ ചെയർമാനായ നമ്മളുടെ എല്ലാവരെയും കാരണവരായ ശ്രീ ഷാഹുൽ ഹമീദ്, അക്കാഫിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ ബിജുകുമാർ, വനിതാ വിഭാഗം പ്രസിഡന്റ് ശ്രീമതി അന്നു പ്രമോദ്, സെക്രട്ടറി ശ്രീമതി വിദ്യ പുതുശ്ശേരി, ഓൾ അക്കാഫ് ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് ഗസ്റ്റ്, എല്ലാവർക്കും നമസ്കാരം. അക്കാഫിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോളേജുകളുടെ പൂർവ്വ UAയിലുള്ള പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളുടെ ഒരു മാതൃ സംഘടനയാണ് അക്കാഫ്. അക്കാഫ് ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ എന്നും വിജയിച്ചിട്ടുള്ളത് അതിൻ്റെ മെമ്പർമാരുടെ പൂർണ്ണമായ സഹകരണങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മുടെ ഡോക്ടർ ആസാദ് മൂപ്പൻ വളരെ വിജ്ഞാനപ്രദമായ രീതിയിൽ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ കഴിഞ്ഞ 1 വർഷമായി നമ്മൾ കോവിഡ് എന്ന മഹാമാരിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോവിഡ് പ്രവാസികളെ ഏൽപ്പിച്ച ശാരീരികവും മാനസികവും വൈകാരികവുമായ സംഘർഷങ്ങൾ വളരെ വലുതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനിടയ്ക്കാണ് ഞങ്ങളുടെ എല്ലാമായിരുന്ന, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന ശ്രീ അഹമ്മദ് അഷ്റഫിൻ്റെ അകാല വിയോഗം. ഈ 2 കാര്യങ്ങളും കൂടി ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ മുഴുകി അഹമ്മദ് അഷ്റഫ് കഴിഞ്ഞ കോവിഡ് കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഏറെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ എന്താ പറയുന്നത് അമ്പരപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയൊരു വ്യക്തിയായിരുന്നു അഹമ്മദ് അഷ്റഫ്. അദ്ദേഹത്തിൻ്റെ വിയോഗം വളരെ ഞെട്ടലോടുകൂടിയാണ്, അകാല വിയോഗമായിരുന്നു. ഈ വക കാര്യങ്ങൾ ഞങ്ങളെ വേറിട്ട് ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അക്കാഫ് അംഗങ്ങളുടെ ആരോഗ്യവും ക്ഷേമവും എന്ന ഒരു വലിയ ആശയത്തിലേക്കാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇനി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാംസ്കാരിക പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് കൂടാതെ ഞങ്ങളിന്ന് പ്രതിജ്ഞാബദ്ധരായിട്ട് ഞങ്ങളുടെ അംഗങ്ങളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക, അവരെ എങ്ങനെ ആരോഗ്യവാന്മാരായിട്ട് നിലനിർത്താൻ സാധിക്കുക, അവർക്ക് എങ്ങനെ ഏതെല്ലാം രീതിയിലുള്ള ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കാൻ പറ്റും, അതിന് പ്രതിജ്ഞാബദ്ധരായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു ഉദ്യമം ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളത് ഞങ്ങളുടെ വനിതാ വിഭാഗമാണ്. വനിതാ വിഭാഗം പ്രസിഡന്റ് ശ്രീമതി അന്നു പ്രമോദിൻ്റെ നേതൃത്വത്തിലുള്ള വനിതാ വിഭാഗമാണ് ആ ഒരു പ്രവർത്തനം ഏറ്റെടുക്കാൻ ഞങ്ങളെല്ലാവരും ഒപ്പത്തിനൊപ്പം തന്നെയുണ്ട്. 1 വർഷത്തോളം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ ദിവസം ഫെബ്രുവരി 19-ാം തീയതി അക്കാഫ് വെൽനസ് ഡേ എന്നുള്ള ഒരു രീതിയിൽ ആചരിക്കുവാനായിട്ട് 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളും പദ്ധതികളുമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനവും ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ കടപ്പാടും ആസ്റ്റർ എന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുന്നത്, നമുക്ക് നമ്മുടെ അനൂപനിൽ ദേവൻ പറഞ്ഞതുപോലെ ലോകത്തിന് തന്നെ മാതൃകയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ വൈദ്യസഹായ ശൃംഖല, ഏറ്റവും വലിയൊരു ആരോഗ്യ വൈദ്യസഹായ ശൃംഖലയുടെ ആണ് ആസ്റ്റർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. ആസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങൾ അക്കാഫിന് പണ്ടും ഏറെ ലഭിച്ചിട്ടുണ്ട്. പണ്ട് ലേബർ ക്യാമ്പുകളിൽ ഇഫ്താർ കിറ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ ഫ്രീ മെഡിക്കൽ ക്യാമ്പുകൾ ഇഷ്ടംപോലെ നടത്തുകയും എല്ലാവർക്കും സൗജന്യമായിട്ട് മരുന്നുകൾ വിതരണം ചെയ്യുകയൊക്കെ ചെയ്ത് വളരെയേറെ നല്ല രീതിയിൽ അന്നും, ഇത് വർഷങ്ങൾക്ക് മുമ്പാണ്, അന്നും ആസ്റ്റർ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ വളരെ മുൻപന്തിയിലായിരുന്നു. അതിന് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാൻ, നമ്മളുടെ തന്നെ ഒക്കെ അഭിമാനമായ ഡോക്ടർ ആസാദ് മൂപ്പൻ്റെ ഒരു വിഷൻ്റെ ഭാഗമായിട്ടാണ് ഈ വക പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയ സന്തോഷവുമുണ്ട് ഈ ആസ്റ്ററുമായിട്ട് ചേർന്നുള്ള ഞങ്ങളുടെ ഈ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന്. 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന, ഇപ്പോൾ ആദ്യമേ തുടക്കത്തിലെ 3 മാസത്തെ ഒരു പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബോധവൽക്കരണ പരിപാടികളും സെമിനാറുകളും മെഡിക്കൽ ക്യാമ്പുകളും എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ആസ്റ്ററുമായിട്ട് സംസാരിച്ച് ഞങ്ങൾക്കൊരു ധാരണയിലെത്താൻ സാധിച്ചിട്ടുണ്ട്.
അവർക്ക് ഹെൽത്ത് പാക്കേജ്, ഡിസ്കൗണ്ടഡ് ഹെൽത്ത് പാക്കേജ്. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ യഥാസമയത്ത് അഹമ്മദ് അഷ്റഫിന് സംഭവിച്ചതുപോലെ തന്നെ യഥാസമയത്ത് നമ്മളുടെ അസുഖങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഇന്ന് വൈദ്യശാസ്ത്രം ആ ഒരു നിലയിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് തീർച്ചയായിട്ടും അത് ചികിത്സിച്ച് തന്നെ നമുക്ക് നമ്മുടെ അസുഖങ്ങൾ മാറ്റാൻ സാധിക്കും. അതിനു വേണ്ടിയുള്ളൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മെമ്പേഴ്സിന് എല്ലാവരെയും, ഇൻഷുറൻസ് ഉള്ളവരാണെങ്കിൽ അങ്ങനെ അല്ലാത്തവരാണെങ്കിൽ അവർക്കൊക്കെ ഡിസ്കൗണ്ടഡ് ഹെൽത്ത് പാക്കേജുകൾ ആശ്രമമായിട്ട് ചേർന്ന് കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ എല്ലാവരെയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് ഉള്ള ട്രീറ്റ്മെൻറ്റ്, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ അതിനും ഡിസ്കൗണ്ടഡ് പാക്കേജുകൾ ആശ്ര തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അക്കാഫിൻ്റെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് പ്രയോറിറ്റിയും പ്രിവിലേജ് കാർഡുകളും എന്ന് വേണ്ട, ഞങ്ങൾക്ക് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണേ, തല കുമ്പിട്ട് നമസ്കരിച്ചുകൊണ്ട് ആസ്റ്ററിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം. കാരണം വെച്ചാൽ അത്രമാത്രം സപ്പോർട്ട് തരാമെന്ന് അവർ പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ തീർച്ചയായിട്ടും ഡോക്ടർ ആസാദ് മൂപ്പൻ എന്നൊരു വ്യക്തിയുടെ ഒരു വലിയ വീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രയോജനങ്ങളൊക്കെ കിട്ടുന്നത്. ബാക്ക് ടു ഹോം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ തന്നെയാണെങ്കിൽ നമ്മുടെ പേരൻസൊക്കെ ഒരു പ്രിഫറൻസോ പ്രയോറിറ്റിയോ അവിടെ തന്നെയാണെങ്കിൽ നിങ്ങൾക്കറിയാം ആസ്റ്ററിന് കേരളത്തിൽ ഉടനീളം സാന്നിധ്യമുണ്ട്. അവിടെ എല്ലാം നമുക്ക് വേണ്ട പ്രയോറിറ്റിയും പ്രിവിലേജും എല്ലാം ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എനിക്ക് തന്നെ പേഴ്സണലായിട്ട് തന്നെ പല അനുഭവങ്ങളുമുണ്ട്. വളരെ നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ടാണ് ആസ്റ്ററിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് വളരെ അഭിമാനമുണ്ട് ആസ്റ്ററിനെ കുറിച്ച് എപ്പോഴും പറയുമ്പോൾ, കാരണം അതിന് പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങൾ ഒക്കെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ഈ ഒരു വർഷത്തേക്ക്. നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളൊരു വെബ് ലിങ്ക്, ഒരു ഗൂഗിൾ ലിങ്ക് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. നിങ്ങളതിനകത്ത് രജിസ്റ്റർ ചെയ്തതിൻ്റെ ഭാഗമായി മാറണം. അതിൻ്റെ ഭാഗമായി മാറുമ്പോഴാണ് നിങ്ങൾക്ക് ഈ വക എല്ലാ പദ്ധതികളുടെയും പ്രയോജനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്താനുള്ള ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആശ്രയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വെൽനസ്സാണ് ഡോക്ടർ പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലാവും. വെൽനസ്സിൻ്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൽനെസ്സും വെൽനസ്സും രണ്ടും രണ്ടാണ്. ഈ വെൽനസ്സിന് വേണ്ടി ഞങ്ങൾ കുറേ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പലരും, നമ്മൾ എല്ലാവരും ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനാണ്. അവസാനം നമ്മൾ ചെന്നെത്തുന്നത് എവിടെയാണെന്ന് നമ്മൾക്കറിയാം. അപ്പം നമ്മുടെ അംഗങ്ങൾക്ക് ഒരു വലിയ ബോധവൽക്കരണം നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡെയിലി അവർ കൂടുതൽ എക്സസൈസ് ചെയ്യാനും നടക്കാനും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളിലേക്ക് നമ്മളതിനുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മളതിന് ജോഗേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നു. എന്തായാലും നമുക്കൊരു കാര്യത്തിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അതെല്ലാവരോടും പറയുകയാണ്, നിങ്ങളുടെ എല്ലാവരും സഹകരണം ഉണ്ടെങ്കിലേ ഇത് വിജയിപ്പിക്കാൻ പറ്റൂ. നമുക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു ടീമായിട്ട് നിന്ന് പ്രവർത്തിച്ച് ഇത് വിജയിപ്പിക്കണം, ഇത് വിജയിപ്പിക്കുക എന്നുള്ളത്. അതിന് നമുക്ക് കിട്ടിയിരിക്കുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ആസ്റ്ററാണ്. നമുക്ക് നമ്മുടെ വിജയം സുനിശ്ചിതം തന്നെയാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് അർഹതപ്പെട്ട ആളുകൾക്ക്, ഏതായാലും സാമ്പത്തികമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ എത്താതെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഈ പാക്കേജുകൾ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുവാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനും ആസ്റ്റർ നമ്മൾ സപ്പോർട്ട് ചെയ്യും, നമ്മളും അതിൻ്റെ കൂടെ ഭാഗമായിട്ട് നിൽക്കും. അങ്ങനെ ഒരു വലിയ ഒരു മിഷനാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ മുമ്പോട്ട് പോകും. പല പ്രോഗ്രാമുകളും ആരംഭത്തിൽ വലിയ ആവേശം കാണിക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പക്ഷേ അതുകൊണ്ടുള്ള നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഉറപ്പ് തരുന്നു, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ആക്കാഫിൻ്റെ നമ്മുടെ മെമ്പർമാരുടെ ക്ഷേമവും ആരോഗ്യവും ഉറപ്പുവരുത്തുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ സഹകരണം മാത്രം മതി അതിന്. ഒരിക്കൽ കൂടി നിങ്ങൾ ഇതേവരെ അർപ്പിച്ച എല്ലാ സഹായങ്ങൾക്കും എല്ലാ നന്ദിയും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു. Thank you, Mr. President. He is truly an inspiration. അടുത്തതായിട്ട് we would like to invite our chief patron, Mr. Isaac John Pataniparambil. He is not just our chief patron, but he is also our guiding light. He is the one who leads us, who guides us, who shows us the way. He is the mentor. He is also the editorial director of Khalij Times, and he is a very well-known socialite. He is very well known among the media circles. He does not really require so much of an introduction, but we are so proud to have Mr. Isaac John Pataniparambil as our chief patron. We would like to invite you, Mr. Isaac John, to say a few words. എല്ലാവർക്കും നമസ്കാരം. ആദരണീയായ ഡോക്ടർ ആസാദ് മൂപ്പൻ, അതുപോലെ തന്നെ ഇന്ന് ഇവിടെ നമ്മുടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരുപാട് വിശിഷ്ടാതിഥികളുണ്ട്. അഷ്റഫ് താമരശ്ശേരി, മിഥുൻ രമേശ്, മനോരമയുടെ ബ്യൂറോ ചീഫ് രാജു മാത്യു, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ജോൺസണ്, പിന്നെ നമ്മുടെ ആസ്റ്ററിന്റെ തന്നെ ഈ ആസ്റ്റർ
വോളണ്ടിയർ ഗ്രൂപ്പിന്റെ ആസ്റ്റർ വോളണ്ടിയേഴ്സിന്റെ ക്യാപ്റ്റനായ ശ്രീ ജലീൽ, അദ്ദേഹമാണ് ഇതിനെല്ലാം. ഡോക്ടർ ആസാദ് മൂപ്പൻ നമുക്ക് ഇതെല്ലാം അദ്ദേഹം സ്ഥിതിയാണെങ്കിലും അതിനെല്ലാം പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ശ്രീ ജലീലാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഊഹിക്കുകയാണ്. അക്കാഫിന്റെ എല്ലാ സാരഥികളെയും ഞാൻ ആരുടെയും പേര് പ്രത്യേകം എടുത്ത് പറയുന്നില്ല, കാരണം പല പ്രാവശ്യം ചാൾസിന്റെയും ഷാഹുൽ ഹമീദിന്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നില്ല. എല്ലാ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് വളരെ നമ്മളെ സംബന്ധിച്ചുള്ള അക്കാഫിന്റെ 22 വർഷത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇതൊരു സുവർണ്ണ മുഹൂർത്തമാണ്. അക്കാഫ് 22 വർഷത്തിന് മുമ്പ് തുടങ്ങിയപ്പോൾ അതൊരു കലാ സാംസ്കാരിക പ്രസ്ഥാനമായിട്ടും അത് കോളേജ് കലാലയ ജീവിതത്തിന്റെ കലാലയ ജീവിതത്തിലെ നമ്മുടെ ഊഷ്മളതയുടെയും സ്നേഹത്തിന്റെയും അതുപോലെ തന്നെയുള്ള നമ്മുടെ നോസ്റ്റാൾജിയ, അതിന്റെ ഗ്രഹാതുരത്തിന്റെ ഒക്കെ ഒരു ആവിഷ്കാരമായിട്ടാണ്, UAE ഒരു ആവിഷ്കാരമായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷെ പിന്നീട് ഇതിന് കാലോചിതമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഇന്നിപ്പോൾ നമ്മൾ ഒരു വലിയ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ സുത്യർഹമായ സേവനമാണ് അക്കാഫ് നടത്തിയത്. അതിന് ഞാൻ അക്കാഫിന്റെ ഓരോ പ്രവർത്തകരെയും, മുന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തകരെയും ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. അതോടൊപ്പം ഞാൻ 1-2 വാക്ക് ആദ്യമേ പറയാതെ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ആസാദ് മൂപ്പൻ എന്ന വ്യക്തിയെ കുറിച്ച് അതൊരു ഒറ്റപ്പെട്ട ഒരു വിസ്മയമാണ്, ഒരു ഏകാന്ത വിസ്മയം എന്നൊക്കെ നമുക്ക് പറയാം. കാരണം നമ്മൾ വലിയ ബിസിനസ്സുകാരെ കണ്ടിട്ടുണ്ട്, ആസാദ് മൂപ്പനെ പോലെ തന്നെയുള്ള വലിയ ബിസിനസ്സുകാരെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ പോലെയുള്ള ഒരുപാട് പ്രൊഫഷണൽസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെ പോലെയുള്ള ഒരുപാട് ഫിലാന്ത്രോപ്പിസ്റ്റിനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ പോലെ സൗന്ദര്യമുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടി സമജ്ഞമായിട്ട് ഏകോപിപ്പിച്ച് ഒരു വ്യക്തി നിൽക്കുകയാണെങ്കിൽ അത് ഡോക്ടർ ആസാദ് മൂപ്പൻ അല്ലാതെ വേറെ ആരുമില്ല. അദ്ദേഹത്തിന് ഞാനത് അദ്ദേഹത്തെ പൊഴുത്തി പറയല്ല. പണ്ട് അദ്ദേഹം ഇവിടെ വരുന്ന സമയത്ത് അന്ന് മുടി കുറച്ചുകൂടെ ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് കണ്ടു കഴിഞ്ഞാൽ നസീറിനേക്കാൾ, നമ്മുടെ നസീറിന്റെ ആ പഴയ കാലത്തേക്കാളും ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. അത്ര സൗന്ദര്യമാണ്. ഒരു സൗന്ദര്യത്തിന് കുറവൊന്നുമില്ല. അതേപോലെ തന്നെ ഹ്യൂമാനിറ്റേറിയൻ നിലയിൽ, ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന നിലയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചു. അതുകൂടാതെ പ്രൊഫഷണൽ രംഗത്ത് അദ്ദേഹത്തിന്റെ ഓരോ സ്ഥാപനങ്ങൾ, നിങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ക്ലിനിക്കിൽ പോയാലോ അല്ലെങ്കിൽ ഫാർമസി പോയാൽ മതി, എല്ലാം ഓരോന്നും സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ക്വാളിറ്റിയിലായാലും അവിടെയൊക്കെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു വെൽനെസ് തോന്നും. അത് ഡോക്ടറാണ് ഇവിടുത്തെ ഈ ഹെൽത്ത് കെയറിലെ, ഇവിടെ UAE ഹെൽത്ത് കെയറിൽ ഒരു വലിയൊരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ തന്നെ അവിടെ ഒരു പുതിയൊരു ബെഞ്ച് മാർക്ക്, അതിന്റെ ഒരു ബാർ ഉയർത്തിയത് ഡോക്ടറാണെന്ന് നിസ്സംശയം നമുക്ക് പറയാം. കാരണം അവിടെ ഹെൽത്ത് കെയറും ഒക്കെ, പക്ഷെ അതിനേക്കാളെല്ലാം ഗംഭീരമായി. നിങ്ങൾ കേരളത്തിലെ അദ്ദേഹത്തിന്റെ ആസ്റ്റർ ഹോസ്പിറ്റൽ പോയി കാണണം. അതൊരു ഒരു സംഭവമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വെൽനസ് ഫീലിംഗ് ഉണ്ടാവും. അപ്പം അദ്ദേഹം നമുക്ക് ചെയ്തിട്ടുള്ള ഈ വലിയൊരു ഇത്രയും നിസ്വാർത്ഥമായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വോളണ്ടിയേഴ്സ്, ആസ്റ്റർ വോളണ്ടിയേഴ്സ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു 20 ലക്ഷത്തോളം ആൾക്കാർ ഇവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉപഭോക്താക്കളാണ്. അതിൽ നിന്ന് പ്രയോജനം ലോകത്ത്, ഇവിടെ ഇന്ത്യയെ മാത്രം, ഇന്ത്യയിലോ UAE മാത്രമല്ല, സോമാലിയയിലും ജോർദാനിലും ബാക്കി രാജ്യങ്ങളിലൊക്കെ അവരുടെ ആസ്റ്റർ വോളണ്ടിയേഴ്സ് പോയിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പല സന്ദർഭത്തിലും കേരളത്തിലായാലും അവരുടെ കാരുണ്യം, അവരുടെ സഹായ ഹസ്തങ്ങൾ ഒരുപാട് പേർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഡോക്ടർ ആസാദ് മൂപ്പന് ദൈവം കൂടുതൽ ദീർഘായുസ് കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇതേപോലെ ഭംഗിയായിട്ട് ഇതേ രീതിയിൽ കൂടുതൽ ഒരു ബെഞ്ച് മാർക്ക് ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ രംഗത്തും അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യം ആശംസിക്കുകയാണ്. ഇവിടെ നമ്മുടെ പറഞ്ഞു, ഈ വെൽനസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഡോക്ടർ ആസാദ് മൂപ്പൻ തന്നെ പറയുകയുണ്ടായി, വെൽനസ് നമ്മുടെ ഫിസിക്കല്, മെന്റല്, അതുപോലെ തന്നെ സോഷ്യൽ, പക്ഷെ അതിനെല്ലാം അപ്പുറമായിട്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ നമ്മളിപ്പം തുടങ്ങിയേക്കുന്നത് ഈ ഫിസിക്കൽ വെൽനസിനെ കുറിച്ച് മാത്രമുള്ള ഒരു ഫോക്കസ് ആണ്. പക്ഷെ നമുക്കൊരു ഹോളിസ്റ്റിക് വെൽനസ് ഉണ്ടാകണം. ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപൂർണമായിട്ട് എല്ലാ തരത്തിലും അതിന്റെ 9 തൂണുകളുണ്ട് വെൽനസിന്റെ പില്ലർ എന്ന് പറഞ്ഞ്. അതിലൊന്നാണ് നമ്മൾ ഈ പറയുന്ന ഫിസിക്കൽ ഹെൽത്ത് നമുക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് എല്ലാം അറിയാം അതിന്റെ കാര്യങ്ങൾ. നമ്മൾ വർക്കൗട്ടും ആരോഗ്യവും, ഇപ്പം ബിജു പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരു ആരോഗ്യ ചലഞ്ച് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 10 കിലോ കുറയ്ക്കുമെന്നാണ് പറഞ്ഞു അദ്ദേഹം. 10 കിലോ എത്ര മാസമെന്നൊന്നും പറഞ്ഞിട്ടില്ല, അതേ കുറയ്ക്കുകയാണ്. അപ്പൊ അതൊക്കെ അതിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് മെന്റൽ ഹെൽത്ത്, സന്തോഷത്തോട്ട് നിൽക്കുക, ഇമോഷണൽ ഇന്റലിജൻസ്, ഇമോഷണൽ ഹെൽത്ത്. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ, നമ്മുടെ എൻവയോൺമെന്റിലുള്ള ഉണ്ടാകുന്ന ഒരു വെൽനസ് ഉണ്ട്. പിന്നെ പ്രൊഫഷണൽ രംഗത്ത് ഉണ്ടാകുന്ന ഒക്യുപ്പേഷണൽ വെൽനസ് ഉണ്ട്. കാരണം വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടായിക്കൊണ്ട് പോവുക. അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ വെൽനസ് ഉണ്ട്, നമ്മുടെ സാമ്പത്തികം എങ്ങനെ കൊണ്ടുപോവുക. അപ്പൊ ഇതൊക്കെ നമ്മുടെ, അതുപോലെ തന്നെ സ്പിരിച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയസ് ആകണമെന്നല്ല,
പ്രകൃതിയുമായിട്ട് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ തന്നെയും യോഗ അതുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു സ്പിരിച്വൽ വെൽനസ് ഉണ്ടാകാം. അതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹെൽത്തിൽ ഈ ഫിസിക്കലി മാത്രം ആയിരിക്കത്തില്ല അക്കാഫിന്റെ ഇനി അങ്ങോട്ടുള്ള ഈ വെൽനസ് ഇയറിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഓരോത്തിലും ഇത് ഓരോന്നും നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഇമോഷണൽ അതാണ് നമ്മുടെ സ്ട്രെസ്സിനെയും ഒക്കെ നമ്മളെ പരിഹരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെയുള്ള സ്ട്രെസ്, ഫൈനാൻഷ്യല്, അതുപോലെ തന്നെ വർക്ക് ലൈഫ് ബാലൻസ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള അവയർനെസ് ക്യാമ്പയിന് അക്കാഫ് തുടങ്ങും ഇനി അങ്ങോട്ടുള്ള വർഷങ്ങൾ, ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ. അപ്പൊ ഇത് ഒരു ഫെബ്രുവരി 19 അക്കാഫ് വെൽനസ് ഡേ ആണെങ്കിൽ പറഞ്ഞ ഈ ഹോളിസ്റ്റിക് വെൽനസിനെ കുറിച്ച് നമ്മൾ പൂർണ്ണമായും ബോധ്യവാരാകണം. ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ എത്ര വർഷം ജീവിക്കുന്നതിലല്ല, എത്ര വർഷം സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഇവിടെ ജപ്പാനിലെ ഒക്കിനാവോ എന്ന് പറഞ്ഞൊരു ഒരു ഐലൻഡില് ഒഗീമ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടൗൺ ഉണ്ട്. അവിടെയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഏറ്റവും കൂടുതൽ ലോങ്സ്റ്റ് ലിവിങ് പീപ്പിൾ ഉള്ള റേഷ്യോ ഉള്ള അവിടെയാണ്. അവർ അങ്ങനെ ജീവിക്കുകയല്ല, എന്താണ് സന്തോഷത്തോടെ ഹാപ്പിനെസ്സോട് കൂടി ജീവിക്കുകയാണ്. അതെന്താണ് അവിടെയാണ് പറയുന്നത്. ഞാനൊരു പുസ്തകം വായിക്കാൻ വേണ്ടിയായി, ഇക്കിഗായി എന്ന് പറയുന്നത്. എന്താണ് ഇക്കിഗായി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു, ദ പർപ്പസ് ഓഫ് ലൈഫ്, ദ പർപ്പസ് ഓഫ് ബീയിങ് ആക്റ്റീവ്. അത് തരുന്ന നമുക്ക് ഉണ്ടാകുന്ന ഹാപ്പിനെസ് ഹോർമോൺ. ഈ ഹാപ്പിനെസ്സും വെൽത്തും ഹെൽത്തും കോറിലേറ്റഡ് ആണ്. എവിടെ ഹാപ്പിനെസ് ഉണ്ടോ അവിടെ ഹെൽത്ത് ഉണ്ട്, ഹെൽത്ത് ഉണ്ടോ അവിടെ ഹാപ്പിനെസ് ഉണ്ട്. അപ്പൊ ഈ ഹാപ്പിനെസ് തരുന്ന ഹോർമോൺസ് ഉണ്ട്. ഡോക്ടറായിട്ട് മുമ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് അബദ്ധമാണെങ്കിൽ തന്നെ ക്ഷമിക്കുകയാണ്, കാരണം അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാം. എങ്കിലും ഞാൻ പറയുകയാണ്, 4 തരത്തിലുള്ള ഹോർമോൺസ് ആണ് നമ്മുടെ ജീവിതത്തിൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത് ഹാപ്പിനെസ് നമ്മുടെ ശരീരത്തേക്ക് തരുന്നത്. അത് നിങ്ങൾക്ക് അറിയാം. ഡോപ്പമൈന്, എൻഡോർഫിന്, സെറോട്ടോൺ ആൻഡ് ഓക്സിറ്റോസിൻ. ഈ ഓക്സിറ്റോസിൻ നമ്മളെ അക്കാഫിനെ സംബന്ധിച്ചുള്ള ഒരുപാടുണ്ട്. കാരണം എന്താണ്, നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജമാണ് ആ ഹാപ്പിനെസ്. ഇപ്പൊ എനിക്ക് ബിജുവിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ ചാൾസിനെയൊക്കെ കാണുമ്പോഴോ ഒക്കെ കിട്ടുന്ന സന്തോഷം, ഞങ്ങൾ അങ്ങോട്ട് ആശ്ലേഷിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതാണ് ഓക്സിറ്റോസിൻ. അത് നമ്മുടെ ഹാപ്പിനെസ് ഉണ്ടാക്കും. അങ്ങനെയുള്ള എല്ലാം കൂടെ വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അതെല്ലാം ഉള്ള ആൾക്കാരാണ് ഈ ഞാൻ പറഞ്ഞ ഒഗീമ എന്ന വില്ലേജിലുള്ളത്. അവരുടെ ലോങ്സ്റ്റ് ആൻഡ് ഹാപ്പിയസ്റ്റ് ലൈഫ്, അവരുടെ ഒരു തത്വം എന്താണ്, അതാണ് ഇത് പറഞ്ഞത്, ജോയ് ഓഫ് ബീയിങ് യങ് വൈ ഗ്രോയിങ്. അവിടെ 105 വർഷം വരെ ജീവിക്കും, അവിടെ ആരോഗ്യമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. അപ്പൊ അത് കണ്ടെത്താൻ, നമ്മുടെ ഇക്കിഗായി കണ്ടെത്താൻ ഇവിടെ ശ്രമം തുടരണമെന്നാണ് ഞാൻ എൻ്റെ അക്കാഫിലെ എൻ്റെ സഹപ്രവർത്തകരോട് പറയുന്നത്. നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ധരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ തരത്തിലുള്ള ഈ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചോടുകൂടി നമുക്ക് പോകണം. ഫിസിക്കൽ മാത്രമല്ല, മെന്റൽ, സ്പിരിച്വൽ, എൻവയോൺമെന്റൽ, ഒക്യുപ്പേഷണൽ, ഫൈനാൻഷ്യൽ, ഇതെല്ലാം കൂടെ ആക്കി കഴിഞ്ഞാൽ സമ്പൂർണ്ണമായിട്ട് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് വേണം. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീടുള്ള വർഷങ്ങളിൽ, ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള സെമിനാറുകളൊക്കെ ഉണ്ടാവും. ചാർട്സ് അത് ചെയ്യാൻ. പിന്നീട് നമ്മുടെ ശൈലജ ടീച്ചറിന്റെ ഡോക്ടറെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടറുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ശൈലജ ടീച്ചർ ഇത്രയെങ്കിലും ഈ ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റത്. അല്ലെങ്കിൽ ഒരു മെസ്സേജ് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെല്ലാം ഡോക്ടറൊക്കെ ഉള്ളതാണ് ടീച്ചറിന്റെ. അപ്പൊ ഡോക്ടറുടെ പേര് അവിടെ ഞാൻ ഉപയോഗിച്ചു കേട്ടോ. ഡോക്ടർ അസാം മൂപ്പനോടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. ടീച്ചർ വളരെ ബിസി ആയിരുന്നു, എന്നിട്ടും ഇത് സമ്മതിച്ചത്, പുള്ളിക്കാരി സമ്മതിച്ച്. ഇന്നലെ രാത്രി ഇന്ന് റെക്കോർഡ് ഇന്ന് ഒട്ടും ഒക്കത്തില്ല, ഇന്ന് വരാൻ 10 മിനിറ്റെങ്കിലും വരാൻ നോക്കാമെന്ന് ആദ്യം എൻ്റെ പറഞ്ഞതാണ്. ഡോക്ടറുടെ പേര് പറഞ്ഞപ്പോൾ പിന്നീട് വിളിച്ചു പറഞ്ഞു ഞാൻ വൈകുന്നേരത്ത് റെക്കോർഡ് ചെയ്ത് അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഡോക്ടറുടെ പേര് അവിടെയും ഞാൻ ഉപയോഗിച്ചു. എങ്കിലും അത് നമുക്ക് പ്രയോജനപ്പെട്ടു. എനിവേ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് ഇനി മുന്നോട്ടുള്ള നമ്മുടെ പോക്കില് നമ്മുടെ അക്കാഫിന്റെ തന്നെ ഒരു പുതിയൊരു പരിവേഷവും പുതിയൊരു ഡയമെൻഷനിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മൾ ഈ കോവിഡിന്റെ സമയത്ത് അക്കാഫ് തന്നെ റീഇൻവെന്റ് ചെയ്തു. പഴയ രീതി എന്നുള്ളതല്ല, അതൊക്കെ മനുഷ്യർ നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇറ്റ്സ് എ പീരീഡ് ഓഫ് റീസെറ്റ്. ഡോക്ടർ പറഞ്ഞു അല്ലേ, നൗ വി ഹാവ് ടു ലീവ് വിത്ത് കോവിഡ്. പോസ്റ്റ് കോവിഡ് എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വി ഹാവ് ടു ലീവ് വിത്ത് കോവിഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ സമയങ്ങളിൽ അക്കാഫു അവന്റെ പ്രവർത്തനങ്ങൾ പുതിയൊരു പന്താവിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലുള്ള പ്രവർത്തനങ്ങളിലേക്ക് വരികയാണ്. ഇനി അങ്ങോട്ടുള്ള പോക്കില് ഡോക്ടറെ പോലെയുള്ള സന്മനസ്സിൽ ഉള്ള ആൾക്കാരുടെ സഹായത്തോടു കൂടി അക്കാഫിന് ഇനിയും വളരെ ദൂരം മുന്നോട്ട് പോകാനുണ്ട്. ഞാൻ എല്ലാവർക്കും എൻ്റെ ആശംസകളും ഭാവങ്ങളും നേരെയാണ്. നമ്മുടെ ഈ പ്രവർത്തനം വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഐസക് സാർ പറഞ്ഞ ഒരു വാക്ക് നമുക്ക് തിരിച്ചു പറയേണ്ടിയിരിക്കുന്നു. കാരണം അക്കാഫ് ഹാസ് റീഇൻവെന്റഡ് ourselves in the last 1 year. അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവും ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ എന്നാണ് നമ്മൾ പറയും. കാരണം നമ്മൾ
വെറും ഒരു സാമൂഹ്യ സാംസ്കാരിക സംഘടനയിൽ നിന്നുള്ള മാറ്റത്തിന് നമ്മൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ അതിന് വഴികൾ പറഞ്ഞു തന്ന് മുന്നിൽ നടന്നത് ഐസക് സാറാണ്. അങ്ങനെ ചെയ്ത ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ താഴെയാണ് നമ്മൾ ഇന്ന് ഒന്നിച്ചു നിൽക്കുന്നതും. ഒരുപക്ഷെ ശൈലജ ടീച്ചർ മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ആസാദ് മൂപ്പനും നമ്മളോട് നേരത്തെ തന്നെ പറഞ്ഞു അക്കാഫിൻ്റെ എല്ലാമായ ഐസക് ജോൺ സർ എന്ന്. കൃത്യമായിട്ടും സർ അത് തന്നെയാണ് അക്കാഫിൻ്റെ പഴയ അക്കാഫും പുതിയ അക്കാഫും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതോടൊപ്പം ചിലരുണ്ട് അക്കാഫിലെ അക്കാഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ തന്നെ എനിക്കറിയുന്നത് പ്രായം കൊണ്ട് മെച്യൂർ ആണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന പ്രായത്തിലുള്ള ചെറുപ്പക്കാരാണ്. നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറുപ്പം ആയ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അദ്ദേഹം അക്കാഫിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു, അദ്ദേഹം അക്കാഫിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹം അക്കാഫിൻ്റെ ട്രഷറർ ആയിരുന്നു, അദ്ദേഹം അക്കാഫിൻ്റെ ചെയർമാൻ ആയിരുന്നു. ഇതിനൊക്കെ അപ്പുറം ഞങ്ങളുടെ കൂട്ടത്തിലെ മനസ്സുകൊണ്ട് ഏറ്റവും ചെറുപ്പമുള്ള വ്യക്തി അദ്ദേഹമാണ് നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ ഷാഹുൽ ഹമീദ്. അദ്ദേഹം ഇല്ലാതെങ്കിൽ നമ്മൾ മുന്നോട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അദ്ദേഹത്തിന് ഈ പുതിയ കാലത്ത് പുതിയ കാര്യത്തിൽ നമ്മളോട് 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഷാഹുൽ ഖാൻ. നമ്മളോടൊപ്പം ഇന്ന് വിശിഷ്ട വ്യക്തിയായിട്ട് നമുക്ക് സന്ദേശം തന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർ, അതുപോലെ നമ്മുടെ ഡോക്ടർ ആസാദ് മൂപ്പൻ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ അക്കാഫിൻ്റെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് 2011 ഞാൻ അദ്ദേഹത്തിൻ്റെ ഫറൂഖ് കോളേജിൻ്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ 2010 അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയപ്പോൾ ഞങ്ങൾ അക്കാഫ് അദ്ദേഹത്തിനെ ആദരിച്ചിരുന്നു. ഇങ്ങനെ 2 കാര്യങ്ങളും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഈ പങ്കെടുക്കുന്ന എല്ലാ ആൾക്കാരും, ഇപ്പോൾ EP ജോൺസൺ ആയാലും മിഥുനായാലും അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ ആസാദ് മൂപ്പനായാലും എല്ലാ ആൾക്കാരും കേരളത്തിൻ്റെ വിവിധ കോളേജുകളിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. തീർച്ചയായിട്ടും അതിലും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ സംഘടനയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ 1 വർഷത്തെ പ്രവർത്തനത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്, മറ്റു കാര്യങ്ങളിൽ കടക്കുന്നില്ല. ഈ സംഘടന എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യ രക്ഷാധികാരി പറഞ്ഞതുപോലെ 1998 ഇവിടെ സ്ഥാപിച്ചത്. ഏകദേശം 22 വർഷങ്ങളായി കേരളത്തിലെ, അതായത് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിലെ 162 പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു കൂട്ടായ്മയായ ആൾ കേരള കോളേജസ് അലുമിനി ഫോറം. ഏകദേശം ഇതിനകത്ത് 75,000 ആൾക്കാരുണ്ടെങ്കിലും ഒരു 10,000 ആൾക്കാർ സജീവമായി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞ 1 വർഷം ഞങ്ങൾക്ക് വളരെയേറെ ഈ സമൂഹത്തിനും നമ്മുടെ കൂടെ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു. ആദ്യമായിട്ടായിരുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഇത് 2019 നവംബറിലായിരുന്നുണ്ടെങ്കിൽ 150 രാജ്യങ്ങളിലെ ഏകദേശം 5000-ൽ പരം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദേശം ഒരു 50 ടൺ പൂക്കൾ കൊണ്ട് 2 ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ വലിപ്പത്തിലുള്ള ഒരു പൂക്കളം അക്കാഫും മിനിസ്ട്രി ഓഫ് ടോളറൻസും കൂടി ചേർന്ന് ഫ്ലവർ ഓഫ് ടോളറൻസ് എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ അത് റെക്കോർഡ് നേടുകയുണ്ടായി. അതുപോലെ തന്നെ 2019 ഒക്ടോബറിലെ പ്രശസ്ത സാഹിത്യകാരൻ C. രാധാകൃഷ്ണൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു വിദ്യാരംഭം നടത്തിയിരുന്നു. അതിനു പുറമെ കോവിഡ് സാമ്പത്തികമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം നടത്തുന്നതിന് വേണ്ടി കേരള വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്നുകൊണ്ട് ആദ്യഘട്ടം എന്ന രീതിയിൽ ഒരു 150ഓളം TV നൽകുകയുണ്ടായി. അത് മുഖ്യമന്ത്രിയുടെ പ്രതിദിന പത്രസമ്മേളനത്തിൽ അദ്ദേഹം അത് 2 പ്രാവശ്യം അത് പരാമർശിക്കുകയുണ്ടായി. അതിനുശേഷമായിരുന്നുണ്ടെങ്കിൽ ഈ ലോക്ക്ഡൗൺ സമയത്ത് അതുപോലെ തന്നെ ആരും രക്തദാനം ചെയ്യാൻ വിമുഖത കാണിച്ചിരുന്ന ആ ഒരു സമയത്ത് മെയ് 1-ാം തീയതി, അതും ഒരു റമദാൻ സമയത്ത് ഏകദേശം 100-ൽ പരം ആൾക്കാർ ലത്തീഫ ഹോസ്പിറ്റലിൽ പോയിട്ട് രക്തദാനം, അത് ലോക്ക്ഡൗൺ സമയത്ത് അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു അത് രക്തദാനം നൽകിയത്. അത് വളരെ പ്രശംസയായിരുന്നു. അന്ന് ആയിരുന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് രക്തം ആവശ്യമുള്ള, അതായത് ഒരു സമയമായിരുന്നു. തീർച്ചയായിട്ടും 100 പേരോളം രക്തദാനം ചെയ്തത് വളരെ പ്രശംസനീയമായ കാര്യമായിരുന്നു. അതിനുശേഷവും കഴിഞ്ഞ 2 മാസം മുമ്പ് ലത്തീഫ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ രക്തദാന ക്യാമ്പ് നടത്തിയിരുന്നു. ഇതിനെല്ലാം പുറമെ ഈ കോവിഡ് സമയത്ത് വേണ്ടവർക്ക് എല്ലാവർക്കും മരുന്നുകളും അതുപോലെ ആഹാരവും മെഡിസിൻ സഹായവും എല്ലാം
ക്വാറന്റൈൻ വേണ്ടവർക്ക് അതിനുള്ള ക്യാമ്പ് ഒരുക്കുന്നതിലും വളരെ അക്കാഫ് നിരന്തരമായി പ്രവർത്തിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഈ കോവിഡ് വാക്സിൻ സമയത്ത് തന്നെ അതിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയും അക്കാഫിൻ്റെ അംഗങ്ങൾ ഏകദേശം 8ഓളം അംഗങ്ങൾ അതിൻ്റെ വളണ്ടിയർ സേവനം ചെയ്ത് അക്കാഫിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അക്കാഫിൻ്റെ പ്രവർത്തനങ്ങൾ പറയുകയാണെങ്കിൽ കോവിഡുമായി ബന്ധപ്പെട്ട് നാട്ടിൽ പോകേണ്ടവർക്കും ജോലി നഷ്ടപ്പെട്ടവർക്കും അതുപോലെ ചികിത്സ ആവശ്യമായിരിക്കുന്ന ആൾക്കാർക്കും ഒരു വന്ദേ ഭാരത് മിഷൻ്റെ ായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 4-5 ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഏർപ്പെടുത്തുകയും ഏകദേശം 400ഓളം സൗജന്യ ടിക്കറ്റുകൾ നൽകിക്കൊണ്ട് ഈ അക്കാഫ് വളരെ പ്രശംസനീയമായ സേവനം കാഴ്ചവെച്ചു. അതിൻ്റെ പ്രതികരണമായിട്ട് ഇത് ഭാരത സർക്കാരിൻ്റെ വകയായിട്ട് ഇന്ത്യൻ കോൺസുൽ ജനറൽ ഞങ്ങൾക്ക് അക്കാഫിന് അത് അംഗീകാരം തരികയും ചെയ്തു. അതുപോലെ ഞങ്ങളുടെ സന്നദ്ധ ഭടന്മാർക്ക് മുൻപന്തിയിൽ നിന്ന് ഈ വന്ദേ ഭാരത് മിഷന് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരെ പ്രശംസാപത്രം നൽകി ആദരിക്കുകയും ചെയ്യുകയുണ്ടായി. അതുപോലെ അക്കാഫിൻ്റെ ബന്ധപ്പെട്ട് കോവിഡുമായി ബന്ധപ്പെട്ട് നോർക്കയുമായി സഹകരിച്ച് ഹെൽപ്പ് ഡെസ്ക് അക്കാഫ് സജ്ജമാക്കിയിരുന്നു. അക്കാഫിൻ്റെ വനിതാ വിഭാഗം സുലേഖ ഹോസ്പിറ്റലുമായിട്ട് ചേർന്ന് ക്യാൻസർ അവയർനെസ് ക്യാമ്പ് നടത്തിയിരുന്നു. അതുപോലെ പ്രൊട്ടക്ട് യുവർ മാം പരിപാടിയിലൂടെ കുട്ടികളിലേക്കും അതുവഴി കുടുംബങ്ങളിലേക്കും ക്യാൻസർ മഹാമാരിയുടെ സന്ദേശം എത്തിക്കുവാൻ സാധിച്ചു. കോവിഡ് മൂലം മാനസികമായി പിരിമുറുക്കിയിരുന്ന അലൂമിനി അംഗങ്ങളിലേക്ക് അക്കാഫ് കലാമേള പകർന്ന് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പുതിയൊരു അധ്യായമായിരുന്നു. കോവിഡ് നിബന്ധനകൾ പൂർണ്ണമായി പരിപാലിച്ചുകൊണ്ട് ഓൺലൈൻ ആയി നടത്തപ്പെട്ട അക്കാഫ് കലാമേളയിൽ ഏകദേശം 2600ഓളം ആൾക്കാർ പങ്കെടുക്കുകയും അത് അക്കാഫിനെ സംബന്ധിച്ചോളം ഒരു ചരിത്ര മുഹൂർത്തം ആയിരുന്നു. അതുപോലെ തന്നെ UAE നാഷണൽ ഡേ ഈ കഴിഞ്ഞ ഡിസംബർ 2-ാം തീയതി 49ാമത് UAE നാഷണൽ ഡേ 49 രാജ്യക്കാരുടെ സന്ദേശത്തിന് കൊണ്ട് ഐക്യദാർഢ്യം UAEക്ക് നൽകിക്കൊണ്ട് അതും ഈ ആഘോഷിക്കുകയുണ്ടായി. നവംബർ 30ാം തീയതി ഫ്ലാഗ് ഡേ കോവിഡ് മാനദണ്ഡങ്ങൾ നിലനിർത്തിക്കൊണ്ട് മംസാർ പാർക്കിൽ വെച്ച് ദുബായ് പോലീസുമായി ചേർന്ന് ദുബായ് ഫ്ലാഗ് ഡേയും ആഘോഷിക്കുകയുണ്ടായി. വളരെ സുദീർഘമായ സേവനമാണ് അക്കാഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ചിൽഡ്രൻസ് ക്ലബ്, അക്കാഫ് കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള വെൽഫെയർ സ്കീം, അക്കാഫ് അവാർഡ് തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളുമായിട്ട് അക്കാഫ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നടപ്പിലാക്കുന്ന അക്കാഫ് വെൽനസ് പ്ലാൻ എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു സംരംഭമാണ്. കരിയർ ടൈംസിൻ്റെ എഡിറ്റോറിയൽ ഡയറക്ടർ ഐസക് ജോൺ പട്ടാണിപ്പറമ്പൽ മുഖ്യ രക്ഷാധികാരിയും പ്രശസ്ത റേഡിയോ TV അവതാരകരും സിനിമാ നടനുമായ മിഥുൻ രമേശ്, പ്രശസ്ത സിനിമാ നടി ആശാ ശരത്, സാമൂഹ്യ പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി എന്നിവർ അക്കാഫിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരാണ്. അതുപോലെ തന്നെ വിവിധ കഴിവുകൾ സാഹചര്യങ്ങളുടെ സവിശേഷതകൾ കൊണ്ട് പ്രകടിപ്പിക്കുവാൻ കഴിയാത്തവർക്കായി പ്രവാസികളുടെ എഴുത്തുകാർക്ക് വേണ്ടി ഒരു അക്കാഫ് ഒരു ത്രൈമാസിക അടുത്ത മാസം പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഇത്രയുമാണ് സംസാരിക്കാനുള്ളത്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. ഈ കോവിഡ് മഹാമാരിയെ നമ്മൾ തീർച്ചയായിട്ടും ധൈര്യപൂർവ്വം നമ്മൾ നേരിടണം. നമ്മുടെ ഈ ഞാൻ കണ്ടുള്ള ഒരു കാര്യം, ഈ കൂടുതൽ ആൾക്കാർക്കും ഈ കോവിഡ് വന്നത് അത് പേടിച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഈ മഹാമാരിയെ നമ്മൾ ധൈര്യപൂർവ്വം മുമ്പോട്ട് പോകുകയാണെങ്കിൽ നമുക്കിതിനെ അതിജീവിക്കുവാൻ സാധിക്കും. എല്ലാവരും വാക്സിനേഷൻ എടുക്കുകയും ഈ കോവിഡ് എന്ന മഹാമാരിയിൽ നിന്ന് നമ്മളെല്ലാവരും മുക്തി നേടണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ അക്കാഫ് കുടുംബങ്ങൾക്കും നന്മകൾ നേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു. ഇനി നമുക്ക് വേദിയിലേക്ക് പരിചയപ്പെടുത്താനുള്ളത് ഒരു പക്ഷേ പരിചയപ്പെടുത്തേണ്ട നമ്മളെയൊക്കെ പരിചയപ്പെടുത്തേണ്ട ആളാണ്. കാരണം ഈ സങ്കല്പത്തിൻ്റെ, ഈ പ്രയത്നത്തിൻ്റെ, ഈ പ്രോജക്റ്റിൻ്റെ പുറകിലുള്ള അക്കാഫിനെയും മാസ്റ്ററിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ കണ്ണി ഈ പ്രോജക്റ്റിൻ്റെ കോർഡിനേറ്റർ എന്ന് തന്നെ നമുക്ക് വിളിക്കാവുന്ന ശ്രീമതി അന്നു പ്രമോദാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അറിയിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മിഥുൻ രമേശ്, മലയാള മനോരമയുടെ ബ്യൂറോ ചീഫ് ശ്രീ രാജു മാത്യു, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നേരത്തെ പറഞ്ഞ പരേതരുടെ സുഹൃത്ത് എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്ന സോഷ്യൽ വർക്കർ ശ്രീ അഷ്റഫ് താമരശ്ശേരി,
ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ ഇ പി ജോൺസൺ തുടങ്ങി ഒരുപാട് VIP-കൾ നമുക്കൊപ്പം ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. മനോരമ ബ്യൂറോ ചീഫ് മിനിസ്റ്റർ രാജു മാത്യു ഉൾപ്പെടെ ഒരുപാട് VIP-കൾ നമുക്കൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവരെയും കേൾക്കേണ്ടതുണ്ട്. അടുത്തതായിട്ട് അനുവിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. Thank you, Anup. Distinguished dignitaries, Dr. Azad Moopen, Mr. Isaac John Pataniparambil, Mr. Charles Paul, Mr. Shahul Ahmed, V.S. Vijayakumar, Anup Anil Devan, all ACAF members that have come here today. Greetings from the vibrant ladies wing of ACAF. We have proven time and again that when we have a committed and dedicated group, we can do wonders. Today on ACAF Wellness Day, we are starting our wellness campaign. We are committed to executing projects that have social reverberations, starting with the Breast Cancer Awareness Month that we did in November, where over 100 women were screened. And then we moved on to a contest for students in association with Premi Matthew of Protect Your Mom International. And then now, the Ladies Wing of ACAF is taking on this mammoth task of ensuring that all the members of ACAF and their families are healthy, and we're sure that we can succeed because we have a strong and capable team behind us. We've lined up a whole lot of programs for you for the whole year. Our single-minded aim is that no one must suffer for the lack of access to healthcare or information. We will ensure that we do our best to create awareness about wellness. When we talk about wellness, please understand that wellness is not just physical, it's emotional, it's spiritual, it's mental. During this time, many people have gone through a lot of depression, a lot of anxiety, and we would like to address even those issues, especially amongst the youth. And we will motivate you all to stay on track. Through competitions, webinars, health camps, and many other innovative methods, ACAF is loudly proclaiming today that you matter to us, and we are here for you. We already have a joggers group, a hikers group, etc., and we need your support and cooperation to make this a success. We don't dream small. We dream the impossible because we can. And that is why we have tied up with healthcare giants, Aster. We know we can depend on them to help us in this journey. A special word of gratitude to the team at Aster, Jalilika, Nihad of Aster volunteers, Siraj, Ratin, everybody who's helped us along in this campaign, the technical team. We look forward to a great partnership. A word about Aster volunteers. If I don't mention them, it would be unfair because they are the team that will be helping us. I'm going to read out a little bit about Aster volunteers. Yes, that's the global CSR program of Aster DM Healthcare. Aster Volunteers Program, the Global Social Responsibility Initiative of Aster DM Healthcare, was launched on occasion of the company's 30th anniversary in 2017 and provides a platform which bridges the gap between people who would like to help those in need. Driven by Aster DM Foundation through various initiatives, the program has been able to impact 2+ million lives across geographies. Aster volunteers have been able to treat 290,986 individuals through mobile medical camps. 169,207 people have benefited from basic life support services, trainings, and 36,019 free surgeries as well as health investigations were conducted, supported with the recruitment of 114 differently abled people, and treated 146 people through medical camps. The aid program in Somaliland, Jordan, Bangladesh, and Kerala has benefited 288,158 people, while 21,302 children have benefited under child health and wellness initiatives. Aster volunteers have also undertaken 142 initiatives towards sustainability and community connect. These initiatives have impacted more than so many lives. Recently flagged off Aster volunteers' mobile medical services in Sudan made the current fleet's number of mobile units
to 14 operational across India, GCC, and Africa. Aster volunteers have been at the forefront to help flood victims and disaster management activities in India. More than 140 Aster homes have been constructed and handed over to the beneficiaries of flood victims of Kerala out of the 250 houses project, and the balance units are in different phases of construction progress for its key handover in upcoming days. Aster volunteers have also been at the forefront in the battle against COVID-19, with 46,402 people having been benefited from mobile medical camps and several more from awareness seminars. More than 318,490 people have benefited through the distribution of food and ration kits, and 15,486 have received PPE kits. The team has already reached out to the community by distributing 2,200 gift boxes during the holy month of Ramadan and has worked towards answering distress calls during the global lockdown. Through these COVID initiatives, the team has impacted so many lives. We are indeed privileged to be partnering with Aster volunteers in this initiative of ours. We invite all of you to be a part of this wellness campaign that ACAF is starting today in memory of Ahmed Ashraf. Thank you so much. താങ്ക് യു അന്നു. നമുക്ക് കൃത്യമായി മനസ്സിലായ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ അക്കാഫ് ഒരു വലിയ സംഘടനയാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മളെക്കാളും എത്രയോ കൂടുതലാണ് ആസ്റ്റർ വോളണ്ടിയേഴ്സിലൂടെ ഡോക്ടർ ആസാദ് മൂപ്പനും അദ്ദേഹത്തിൻ്റെ ടീമും ചെയ്തു കൂട്ടുന്നതെന്ന്. അപ്പോൾ അവരോടൊന്നിച്ച് ചേർത്ത് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു പ്രിവിലേജാണ്. ആ കൂട്ടത്തിനെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അന്നുവാണ്. പറഞ്ഞു തന്ന വിവരങ്ങൾക്ക് ഒരുപാട് നന്ദി. ഇനി നമ്മളൊരു കുറച്ച് രസകരമായ ഒരു കാര്യത്തിലേക്ക് പോവുകയാണ്. നമ്മൾക്ക് സംസാരമല്ല പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ യഥാർത്ഥ വൈശിഷ്ട്യം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ വെൽനെസ് എന്ന് പറഞ്ഞ് മനോഹരമായി സംസാരിക്കുക, അത് കഴിഞ്ഞിട്ട് വയറ് നിറച്ചിറച്ചും പൊറോട്ടയും വാങ്ങി തിന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ അതിനെ വെൽനെസ് എന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല. മിക്കവാറും നമ്മളൊക്കെ അതാണ്. നാളെ എന്തായാലും തുടങ്ങുമെന്നാണ് ഞാൻ എന്നും പറയാറുള്ളത്. പക്ഷേ അതെന്നും വാക്ക് മാറ്റാതെ പറയുന്നതാണ്. അതല്ലാതെ നമ്മളിന്ന് മറ്റൊരാളിലേക്ക് പോവുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരം RJ, VJ, നമ്മൾക്ക് വളരെ അടുത്ത സുഹൃത്ത്, അക്കാഫിൻ്റെ ബ്രാൻഡ് അംബാസഡർ, അക്കാഫിന് എല്ലാ കാലത്തും ഏറ്റവും പ്രിയപ്പെട്ട ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിഥുൻ രമേശാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അദ്ദേഹത്തിന് ഒരു ചെറിയ കർമ്മം കൂടെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ആദ്യം നമ്മളോട് സംസാരിക്കാൻ വേണ്ടി മിഥുനെ ക്ഷണിക്കുന്നു. നമസ്കാരം. അക്കാഫിലെ ഗുരുജനങ്ങൾ, ആസ്റ്റർ ഗ്രൂപ്പ്, ആസാദ് മൂപ്പൻ സർ, ഒപ്പം സീനിയേഴ്സ്, പിയേഴ്സ് ആൻഡ് ജൂനിയേഴ്സ് എല്ലാവർക്കും ആദ്യമേ തന്നെ വളരെ നല്ലൊരു നമസ്കാരം പറഞ്ഞുകൊണ്ട്, ഒപ്പം ഇതൊരു ഉഗ്രൻ ഇനിഷ്യേറ്റീവാണ്. നമ്മളെല്ലാവരും കുറെ നാളായിട്ട് ആഗ്രഹിച്ചാണ്. കാരണം നമ്മളെല്ലാം തടി വെച്ചിരിക്കുന്നില്ലേ, ഞാനും ബേച്ചേട്ടൻ തമ്മിൽ മത്സരിച്ച് നമ്മൾ നല്ല രീതിയിൽ തടി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളെ നല്ല രീതിയിൽ വളർത്തണം ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ തന്നെ വെൽനെസ് മറന്ന് അവിടെ പോയി കഴിക്കുന്നത്. ഓൾ ജോക്സ് അപ്പാർട്ട്, നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചത് ഇക്കിഗായി എന്ന് പറയുന്ന ഒരു പുസ്തകം, ഒരു ജാപ്പനീസ് ലൈഫ് സ്റ്റൈലിന്റെ പുസ്തകം. അതിനകത്ത് വെൽനെസ്സിനെ പറ്റിയിട്ട് അവർ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഇതാണ്: നമുക്ക് അനങ്ങണം. അതായത് നമ്മളിപ്പോ ഈ ഇരിക്കുന്ന സ്ഥലം, ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത് അനങ്ങാതിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ മാത്രം ഇപ്പൊ നെറ്റ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുള്ളൂ. ഇപ്പൊ ഈ നിൽക്കുന്ന സ്ഥലത്ത് ബാക്കി എല്ലായിടത്തും പോകുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ 3 തവണ കട്ട് ഓഫ് ആയി ജോയിൻ ചെയ്തതിന് ശേഷം. അപ്പൊ അതുകൊണ്ട് ഇവിടെ അടങ്ങിയിരിക്കുകയാണ്. അല്ലെങ്കിൽ അടങ്ങിയിരിക്കരുത്. ഇപ്പോ നമുക്കറിയാം, നമ്മൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, 6 പാക്ക് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന തടിയുള്ളവർക്കോ അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒക്കെ ഉള്ള ആൾക്കാർക്ക് കൂടുതലായുള്ള സിംറ്റംസും കോവിഡ് കാരണമുള്ള അറ്റാക്ക് കുറച്ചുകൂടി ഭീകരമായിരുന്നു എന്നുള്ള കാര്യം വാസ്തവമാണ്. പക്ഷേ പൃഥ്വിരാജിന് വന്നതുപോലെ തന്നെ കോവിഡ് ഒരുപക്ഷെ മറ്റൊരാൾക്കും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയുന്നത് വെച്ചാൽ, നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയല്ല, പകരം ആരോഗ്യ അവസ്ഥ, നമ്മൾ എത്രത്തോളം നമ്മൾ മൂവ്മെന്റിലാണ്, വി ഷുഡ് ബി ഇൻ മോഷൻ എന്നാണ് ഇക്കിഗായ് എന്ന് പറയുന്ന പുസ്തകം പറയുന്നത്. ഓക്കിനാവ എന്ന് പറയുന്ന ആ ദ്വീപിലെ ആൾക്കാർ എപ്പോഴും ഒരിടത്ത് അടങ്ങിയിരിക്കില്ല, ഇവര് നീങ്ങിക്കൊണ്ടിരിക്കും എന്ന് പറയും. അപ്പൊ അതുപോലെ തന്നെയാണ്, നമുക്ക് അങ്ങനെ നീങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ, നമുക്ക് തടസ്സമില്ലാതെ കിതപ്പില്ലാതെ നീങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് വെൽനെസ് എന്ന് വിളിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
ഒരുപക്ഷെ അത് അങ്ങനെ കൃത്യമായിട്ടുണ്ട് എന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ എന്നാലും ആവശ്യത്തിലേറെ ഓടി നടക്കാനുള്ള ഭാഗ്യം ദൈവാനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൂട്ടുകാരൊക്കെ തന്നെയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഊർജം തരുന്നെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. നമുക്ക് എവിടെ ചെന്നാലും നമ്മളോടൊപ്പം ഉള്ള കൂട്ടുകാരുള്ളപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആസ്റ്ററുമായിട്ട് ചേർന്നുള്ള ഈ വെൽനസ് പ്ലാന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒറ്റയ്ക്ക് ഓരോ ശബ്ദങ്ങളും ഓരോ റെസൊല്യൂഷൻസും എടുത്തിട്ട് ചെയ്യുന്നതല്ല. പകരം കൂട്ടമായിട്ടാണ് നമ്മൾ ഇതിന്റെ റെസൊല്യൂഷൻ എടുക്കുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടേക്ക് കെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ അഷ്റഫിക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് വിഷമിച്ചില്ലേ, നമ്മളെല്ലാവരും. കാരണം നമുക്ക് വേണ്ടി നമ്മളോടൊപ്പം ചേർന്ന് ഓടി നടന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്. അത് സംഭവിക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹം ആവശ്യത്തിലേറെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ആർക്ക് വേണേലും അത് സംഭവിക്കാം, നമുക്ക് അതിനെയൊന്നും തടഞ്ഞു നിർത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഉള്ള കാലം അത്രയും ഒരിടത്ത് കിടക്കേണ്ടി വരാതെ, ഒരിടത്ത് ഇരിക്കേണ്ടി വരാതെ മാക്സിമം നടക്കുക, ഓടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യം, ദൈവം തന്ന ആ ഭാഗ്യം ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളതിനെയാണ് എന്റെ മനസ്സിൽ ഞാൻ കാണുന്ന വെൽനസ്. ആ വെൽനസ് പ്രൊമോട്ട് ചെയ്യാൻ തന്നെയാണ് നമ്മൾ ആസ്റ്ററിനോടൊപ്പം ചേരുന്നത്. ഇതിനകത്ത് ശാരീരിക വെൽനസ് മാത്രമല്ല, ഈ ഓടി നടക്കാനുള്ള ഉത്സാഹം മനസ്സിനും ഉണ്ടാവണം. മാനസികമായ വെൽനസ്സും കൂടി ഇതിന്റെ ഒരു വലിയ ഭാഗമാണ്. അത് നമുക്കറിയാം, ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ തകർന്നു പോകുന്നത് പ്രത്യേകിച്ചും ജോലി, ചുറ്റുവട്ടം, ബിസിനസ്, അങ്ങനെയുള്ള ഒരുപാട് സ്ട്രെസ്സുകളും സ്ട്രെയിനുകളിലൂടെയും പോകുമ്പോൾ പലപ്പോഴും നമുക്ക് സോറി, അത് ഞാൻ പറഞ്ഞ നമ്മുടെ ഇന്റർനെറ്റ് ഞാൻ കട്ടാവുന്നതിന് മുമ്പ് തീർക്കാം. അപ്പോ പലപ്പോഴും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം വരും. അപ്പോ ആ സ്ട്രെയിനുകളെല്ലാം മാറ്റിവെക്കാം. തൽക്കാലം ഈ വെൽനസിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചേരാം കേട്ടോ. അപ്പൊ താങ്ക് യു ഫോർ കോളിംഗ് മീ ഹിയർ. അനുവേട്ടാ, മറ്റേ നമ്മുടെ ചലഞ്ചിലോട്ട് കിടക്കാം. കാരണം മിഥുൻ പറഞ്ഞൊരു ആഗ്രഹം നമുക്ക് ബിജുവിന് വേണ്ടി നടത്തി കൊടുക്കണ്ടേ? പിന്നെ ഞാനതാ പറഞ്ഞത്, ഞാൻ ബിജുചേട്ടന്റെ അടുത്ത് ഇത് നമ്മൾ ചോദിച്ച, ബിജുചേട്ടൻ എന്റെ അടുത്ത് വെൽനസിന്റെ കാര്യം വിളിച്ച് സംസാരിച്ചപ്പോൾ തന്നെ ബിജുചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ശരി ഇത് നമുക്ക് പറയാം, എന്ത് അവകാശം ബിജുചേട്ടാ, നിങ്ങൾ തടി കുറയ്ക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു 10 കിലോ തടി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെൽനസ് കൃത്യമായി കൊണ്ടുപോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഈ ചലഞ്ച് ബിജുചേട്ടൻ, നമ്മുടെ എല്ലാവരുടെ ഐക്കണായിട്ട് അവിടെ നിൽക്കുന്ന നമ്മുടെ ബിജുചേട്ടൻ, ഐസക് സാറൊക്കെ ഇതിപ്പോ കേൾക്കുന്നുണ്ടല്ലോ, ചാൾസ് ചേട്ടാ, അനുവേട്ട, നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ എല്ലാരെയും സാക്ഷി നിർത്തി ഈ ചലഞ്ച് ഞാൻ ബിജുചേട്ടനെ ഏൽപ്പിക്കുകയാണ്. 10 കിലോ ബിജുചേട്ടൻ കുറയ്ക്കണം. അല്ല, അത് ഡേറ്റ് വേണം, നമുക്കൊരു ഡേറ്റ് വേണം. നമുക്ക് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയണമെന്ന് വെച്ചാൽ അത് ഈ മറ്റേ ഫാസ്റ്റ് ഡയറ്റുകളിലൂടെ കുറയ്ക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു 2 മാസം മുതൽ 3 മാസം വരെ സമയം കൊടുത്തൂടെ? ഓരോ മാസവും 3.5 കിലോ വെച്ച് കുറയ്ക്കാലോ. 3 മാസം. ബിജു, തീർച്ചയായിട്ടും ഇത് ഞാൻ ഏറ്റെടുക്കുകയാണ്. അത് ശരി. അപ്പൊ നമ്മുടെ കടയിലെ ഭക്ഷണം ആര് തിന്ന് തീർക്കും? അപ്പൊ അതപ്പോ വൈകുന്നേരം ഞാൻ വരാൻ, ഇപ്പൊ അതെല്ലാം നടക്കില്ലെന്ന് തോന്നുന്നു. അതുപോലെ ഇത് നമ്മള് ഈ ആസ്റ്റർ നമ്മുടെ അക്കാഫ് വെൽനസിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ, ഞാൻ ഇതുവരെ പല ചലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ഈ ഹെൽത്ത് വൈസിട്ടുള്ള ഒരു ചലഞ്ച് ഞാൻ പോയിട്ടില്ല. പക്ഷെ ഇത് ഓട്ടോമാറ്റിക്കലി എന്നെ പ്രേരിപ്പിച്ചതാണ്. തീർച്ചയായിട്ടും ഞാൻ ഇതിനു വേണ്ടി പ്രയത്നിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട വീട്ടുകാരായിരിക്കും, അതുപോലെ അടുത്ത സുഹൃത്തുക്കളും. എന്തായാലും വളരെ സന്തോഷം. അതുപോലെ ഇതൊരു ചെയിനായിട്ട് പോകണം. തീർച്ചയായിട്ടും എല്ലാവരും ഇതിൽ പങ്കാളികളാകണം. തീർച്ചയായിട്ടും വളരെ സന്തോഷം ചെയ്തതിൽ. എനിക്ക് നമ്മളൊരു റിലേ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബാറ്റം കൈമാറണമല്ലോ. അതുപോലെ നമ്മുടെ പ്രിയ പ്രസിഡന്റ് ചാൾസ് പോളിന്റെ ആരോഗ്യത്തിൽ എനിക്ക് വളരെ ആശങ്കയുള്ള ഒരാളാണ്. ആരോഗ്യം വേണ്ട എന്നാണ് വീട്ടുകാർ പറയുന്നത്. ചാൾസ് അദ്ദേഹത്തിന് ഞാൻ ഈ ചലഞ്ച് കൈമാറാൻ ഡയറക്റ്റായിട്ട് ഇതൊരു ചെയിനായിട്ട് ഇങ്ങനെ പോകും. തീർച്ചയായിട്ടും 2 മാസത്തിന് ശേഷം ഞാൻ ഇന്ന് തന്നെ 1 കിലോ ഒക്കെ തൂക്കി നോക്കാതെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ റെഡിയാണ്. അതിനുശേഷം നമുക്ക് വിവരം അറിയിക്കാം. താങ്ക് യു സോ മച്ച് മിഥുൻ. നിങ്ങളെപ്പോലുള്ളവരുടെ പിന്തുണയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കാഫിലുള്ള ഒരുപാട് പേർക്ക് ഇത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് ഊർജം പകർന്നു തരുന്നത്. ഒരുപാട് നന്ദി. ഒരുപാട് നന്ദി. 3 മാസത്തേക്ക് ആഹാരം കഴിക്കാൻ വിളിക്കല്ലേ? ഞങ്ങളൊക്കെ ഫാമിലി
ഇപ്പോഴത്തെ വെയിറ്റ് കൂടെ നമുക്ക് എടുക്കണം കേട്ടോ. ഇപ്പോഴത്തെ അല്ലാതെ ഇത് മനസ്സിലാവില്ലല്ലോ, അല്ലാതെ അറിയാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഈ ബിജു അതെ 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 എന്റെ ഒരു ഭയം കൂടെ, ഒരു ആശങ്ക ഞാൻ പറയാം. ബിജു ഏത് കാര്യത്തിൽ പോയാലും അതിൽ 101 കൊടുക്കും. അപ്പൊ ഇനിയും തടി കുറച്ച് അവസാനം ബിജു അത് 20-30 ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ എന്തോ ആയി ബിജുവിന്റെ രൂപം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഭയം. അതുകൊണ്ട് അതാണ് അത് ഈ കാലഘട്ടത്തിൽ അത് ഗുണം ചെയ്യുന്നതാണ് ബിജുചേട്ടൻ പറയുന്നത്. ഈ കടക്കാരൊന്നും തിരിച്ചറിയാതിരിക്കാനും കൂടി ഈ ഒരു പരിപാടി ഉപയോഗിക്കാം. ഓക്കെ, നമ്മളെല്ലാവരും ഫാമിലി പാക്കിൽ നിന്ന് 6 പാക്കിലോട്ട് പോട്ടെ, അത്രേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. 6 ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാക്കെങ്കിലും കൂടുതൽ കിട്ടിയാൽ മതി. ഓക്കെ, ബൈ ബൈ ബൈ. ഈ സന്തോഷത്തിന് ഒരുപാട് നന്ദി. ഇനി നമ്മൾ നേരെ കടന്നു പോകുന്നത് അകാഫിൻ്റെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒരുപാട് താങ്ങും തണലുമായി നിൽക്കുകയും ഇന്ന് പോലും അദ്ദേഹത്തിൻ്റെ കുറച്ച് വാക്കുകളിൽ നിന്നാണ് നമ്മൾ ഊർജ്ജം ഉൾക്കൊണ്ട് ഇങ്ങനെ ഒരു പുതിയ പ്രോഗ്രാമായി മുന്നോട്ട് വന്നത്. നേരത്തെ ഒരുപാട് തവണ പറഞ്ഞ നിങ്ങൾക്കെല്ലാവരും നല്ലപോലെ അറിയുന്ന ഒരു പേരാണ് മരിച്ചവരുടെ സുഹൃത്ത് എന്ന് പറഞ്ഞു. പക്ഷേ അതിലത്തെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹത്തിന് ഒരിക്കലും പരിചയമുള്ളവരെയല്ല അദ്ദേഹം ജീവിതത്തിൽ എന്നും സഹായിക്കുന്നത് എന്നുകൂടെ ഉള്ളതാകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വലിയ പ്രത്യേകത. നമുക്ക് അദ്ദേഹം സഹായിക്കുന്നവരാരും അദ്ദേഹത്തിനോട് തിരിഞ്ഞൊന്ന് ചിരിക്കാറ് പോലുമില്ല. അഥവാ ചിരിച്ച് അദ്ദേഹം പേടിച്ചു പോകും, അത് വേറെ വിഷയം. പക്ഷേ എങ്കിലും ചിരിക്കാറ് പോലുമില്ല എന്ന സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അഷ്റഫ് താമരശ്ശേരി അദ്ദേഹത്തിനെ ആദരിക്കാനും ഈ വേദിയിൽ 2 വാക്ക് സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിനെ കൂടെ നമ്മൾ എങ്ങനെ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നു എന്നുകൂടെ നമ്മളോട് അദ്ദേഹം നേരത്തെ പങ്കുവച്ചിരുന്നു. അതൊരിക്കൽ കൂടെ നിങ്ങൾക്കുമായി പങ്കുവയ്ക്കാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട ശ്രീ അഷ്റഫ് താമരശ്ശേരി. ഓക്കെ, അദ്ദേഹം ഒരു കണക്ഷൻ എറർ എന്ന് പറഞ്ഞു അദ്ദേഹത്തിനെ കാണാൻ ഇപ്പോൾ കൃത്യമായിട്ട് കിട്ടുന്നില്ല. അഡ്വക്കേറ്റ് ഹാഷിഖ് താമരശ്ശേരി ഇപ്പോൾ അവൈലബിൾ ആണോ, അതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനം നടത്താനായിട്ട് ആഷിഖിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇത്രയും സമയം ഉണ്ടായിരുന്നു അദ്ദേഹം, അത് ഓക്കെ. അഡ്വക്കേറ്റ് ഹാഷിഖ്, നമ്മുടെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹാഷിഖ്, അൺമ്യൂട്ട് ചെയ്യൂ. നമസ്കാരം. ശ്രീ അഷ്റഫ് താമരശ്ശേരി ഇവിടെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് നോക്കണം. ഏതായാലും 2 വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ മാർച്ച് മുതൽ ലോകം മുഴുവൻ കോവിഡിന്റെ പിടിയിലായപ്പോൾ ആസ്റ്ററും അക്കാഫും മാത്രമല്ല, ലോകത്തിലുള്ള പ്രവാസ സമൂഹം ഒന്നടങ്കം എന്താണ് ജീവകാരുണ്യമെന്നും എന്താണ് മനുഷ്യന്റെ അവസ്ഥ എന്നും മനസ്സിലാക്കിയപ്പോൾ UAE-യിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ആശ്രയമായിട്ട് ഒരുപക്ഷെ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും ഒരു പേര് അല്ലെങ്കിൽ ഒരു ഫേം, ആസ്റ്ററിലെ സിറാജ് ആയാലും ജലീൽ കെ ആയാലും ആസാദ് മൂപ്പനായാലും ഒക്കെ തന്നെ വിവിധ ദിവസങ്ങളിൽ നമ്മളുമായി ആശയവിനിമയം വ്യത്യസ്ത ഗ്രൂപ്പുകളിലൂടെ നടത്തുകയും അങ്ങനെ മെഡിക്കൽ ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ ഇവിടെ ചെയ്യുകയും ഗവൺമെന്റിന് വേണ്ട ഉപദേശങ്ങളും കാര്യങ്ങളും കൊടുത്ത് ഇവിടെ ഒരു ഹെൽത്ത് എമർജൻസി വരാൻ പോവുകയാണ് എന്നുള്ള ആദ്യത്തെ വാക്ക് ഞാൻ കേട്ടത് ഡോക്ടർ ആസാദ് മൂപ്പനിൽ നിന്നുമാണ്. ഇന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, KK ശൈലജ ടീച്ചറെ പോലുള്ള, ആസാദ് മൂപ്പനെ പോലുള്ള, ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, അഷ്റഫ് താമരശ്ശേരി, മിഥുൻ, ജോൺ, നമ്മുടെ ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ EP ജോൺസൺ അടക്കമുള്ള ഒരുപാട് പ്രമുഖരായ ആളുകൾ ഇതിൽ വന്ന് വെൽനസിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ ഈ പരിപാടിയൊക്കെ നടത്തുമ്പോൾ ഏറ്റവും ഊർജ്ജസ്വലനായി ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ആവേശത്തോടെ നമ്മളെ നയിച്ചു കൊണ്ടിരുന്ന ഈ കൊറോണ കാലത്ത് പോലും നമുക്കൊക്കെ ഒരു സ്വാന്തനമായി നമ്മളെയൊക്കെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പ്രേരിപ്പിച്ച, ഉപദേശിച്ച അഷ്റഫ്, ആ അഷ്റഫ് നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളത് വലിയ ദുഃഖവും എന്നും നമ്മുടെ എല്ലാം മനസ്സിലെ ഒരു നോവുമാണ്. ആ നോവിൽ നിന്നുള്ള തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള ഒരു ആശയത്തിലേക്ക് ഞങ്ങൾ പോകുന്നതും ഇന്നത്തെ ഈ ഫെബ്രുവരി 19-ാം തീയതി ഇത് മുന്നോട്ട് വെച്ച് പോകുമ്പോൾ ഇത് വെറും ഒരു സൂം മീറ്റിംഗിൽ എന്നതിലുപരി വരുന്ന ഒരു വർഷത്തേക്കുള്ള
പ്രതിജ്ഞാബദ്ധമായ കാര്യം അവനവനും അവന്റെ കൂടെയുള്ള സമൂഹത്തിനും വേണ്ടി എന്നുള്ള ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കലാണ് ഇത്തരത്തിലുള്ള സംരംഭം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വയം ആയിട്ടുള്ള ആരോഗ്യവും നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ആരോഗ്യ പ്രവർത്തനവും അവരെ ബോധവൽക്കരിക്കലുമാണ് ഇതിലൂടെ അക്കാഫ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇവിടെ പ്രവാസി ഭാരതീയ പുരസ്കാര ജേതാവ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സമയം, അത് കൊറോണ കാലത്തായാൽ തന്നെയും ആളുകൾ പുറത്തിറങ്ങാൻ മടിക്കുന്ന സമയത്തായാൽ തന്നെയും സോനാപൂരിൽ പരേതരായ ആളുകൾക്ക് ഒരു അത്താണിയായിട്ടുള്ള അഷ്റഫ് താമരശ്ശേരി, അദ്ദേഹത്തിനെ ഏത് രീതിയിൽ എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുമെന്ന്, ഏത് രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നോ പലർക്കും അറിയാമെങ്കിലും ഒറ്റ ഒരു കാര്യം മാത്രം പറയാം. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ, അല്ലെങ്കിൽ ഒരു ക്യാമറയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ അങ്ങനെ ഒന്നും വരാതെ നിൽക്കുമ്പോഴും ഒന്നോ രണ്ടോ ബന്ധുമിത്രാദികളോ സുഹൃത്തുക്കളോ ഉള്ളപ്പോൾ ആ ബോഡി അല്ലെങ്കിൽ ആ പരേതരെ നാട്ടിലേക്ക് എത്തിക്കുക, ഏത് റിസ്ക്കും സഹിച്ചുകൊണ്ട് എല്ലാ കടമ്പകളും മാറ്റിക്കൊണ്ട് അത്തരത്തിൽ ഒരു കാര്യം ചെയ്യുന്ന അദ്ദേഹത്തിനെ ഈ അക്കാഫിന്റെ ഈ ഒരു പരിപാടിയുടെ അംബാസഡർ ആക്കാനുള്ള ഒരു കാരണം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ തന്നെ നിങ്ങൾ കാണുന്നുണ്ട്. ഓരോ മരണം കഴിയുമ്പോഴും പ്രവാസ സമൂഹമല്ല, മലയാളികൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും അല്ലെങ്കിൽ ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്നും കൃത്യമായി സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവരുടെ ആരോഗ്യത്തിൽ ഇത്രയേറെ ആശങ്കാകുലനായിക്കൊണ്ട് കാര്യങ്ങൾ പറയുന്ന അദ്ദേഹം ഇടുന്ന ഓരോ പോസ്റ്റും 1,00,000-ലധികം ആളുകളാണ് ദിവസങ്ങൾക്കകം ആ പോസ്റ്റുകൾ ലൈക്കും അല്ലെങ്കിൽ ഷെയറും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അക്കാഫുമായി ഇത്രയും സഹകരിച്ചു പോകുന്ന ശ്രീ അഷ്റഫ് താമരശ്ശേരിയെ ഈ വെൽനസ് പ്രോഗ്രാമിന്റെ ഞങ്ങളുടെ അംബാസഡറായി പ്രഖ്യാപിക്കുന്നതിനും ആ രീതിയിലേക്ക് അക്കാഫ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതിനും അതിയായ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് ആളുകൾ മരണത്തിലേക്ക് പോകുന്നതിന്റെ കാരണം എന്താണെന്നും ആ മരണം എങ്ങനെ തടയാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒക്കെ തന്നെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തന്നുകൊണ്ട് പുതിയൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിക്കും. ഏതായാലും ആസ്റ്ററും അക്കാഫും തമ്മിൽ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു ദൗത്യം പ്രവാസ സമൂഹത്തിനും നമ്മുടെ നാട്ടിലുമുള്ള ബന്ധുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നമുക്കുള്ള കരുത്ത് ഐസക് ജോൺ പട്ടാണിപ്പറമ്പിലും ചാൾസും ബിജുവും മിഥുനും അതുപോലെ തന്നെ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആസ്റ്റർ ഗ്രൂപ്പ്, ഒപ്പം ഷാർജ ഇന്ത്യൻ അസോസിയേഷനും ഇവിടെയുള്ള മറ്റ് അനേകമായിട്ടുള്ള അസോസിയേഷന്റെയും ഒക്കെ കൂട്ടായ പ്രയത്നം കൊണ്ട് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഷ്റഫ് താമരശ്ശേരിയെ അക്കാഫിന്റെ ഭാഗമാണെന്നും അക്കാഫിന്റെ ഈ പ്രോഗ്രാമിന്റെ അംബാസഡർ ആണെന്നുള്ള കാര്യം കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് അക്കാഫ്. ഒരുപാട് സന്തോഷം. നന്ദി അഡ്വക്കേറ്റ് ഹാഷിഖ് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനാണ്. ഒരു പക്ഷേ താമരശ്ശേരിക്കൊപ്പം തന്നെ എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെടുന്ന ഒരു മനുഷ്യൻ. അടുത്തതായി നമ്മൾ പോകുന്നത് UAE-യിലെ പ്രവാസ ലോകത്ത് എന്ന് തന്നെ പറയാം, ഗൾഫിലെ ഏറ്റവും വലിയ സാമൂഹ്യ സാംസ്കാരിക സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിന് ഒരു ഉത്തരേ ഉള്ളൂ, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ. അതിന് മുന്നിൽ നിന്ന് നയിക്കുന്ന ആൾ ഒരു പക്ഷേ ഈ നാട്ടിലെ ഏറ്റവും ജനസമ്മതനായ വ്യക്തി തന്നെയായിരിക്കണം. നമുക്കൊപ്പം ചേരുന്നത് IAS ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ പ്രസിഡന്റ് ശ്രീ EP ജോൺസൺ. അദ്ദേഹത്തിനെ നമ്മളോട് ഈ ഉദ്യമത്തിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. Is he there? ജോൺസൺ സർ, അദ്ദേഹം ഉണ്ടായിരുന്നു 10 മിനിറ്റ് മുന്നേ വരെ ഉണ്ടായിരുന്നു. ഞാനത് അവർ ഡിസ്കണക്റ്റ് ആയോ? ഓക്കെ. എങ്കിൽ നമ്മൾക്കൊപ്പം മീഡിയ വണ്ണിൻ്റെ പ്രതിനിധി ശ്രീ MCA നാസർ നമുക്കൊപ്പമുണ്ട്. നമുക്കറിയാം മാധ്യമപ്രവർത്തകരിലെ ഏറ്റവും വലിയ പേരുകളിലൊന്നാണത്. അദ്ദേഹത്തെ നമ്മളോട് ഇതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ നമ്മൾ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ MCA നാസർ സർ. ഇല്ല, അദ്ദേഹം ജോയിൻ ചെയ്തിട്ടില്ല എന്നാണ് പറയണത്. ജോയിൻ ചെയ്തിട്ട് ഇറങ്ങി ഇപ്പോൾ തിരിച്ച് കയറുകയുള്ളൂ എന്ന് പറയും. സോ നമുക്ക് നിങ്ങൾക്കറിയാം ഈ സംരംഭത്തിൻ്റെ പുറകിലുള്ളത് പ്രധാനമായിട്ട് അക്കാഫിൻ്റെ ലേഡീസ് വിങ് ആണ്. ലേഡീസ് വിങ്ങിൻ്റെ പ്രസിഡൻ്റാണ് ശ്രീമതി അന്നു പ്രമോദ്, അതിൻ്റെ ചെയർമാൻ ശ്രീമതി റാണി സുധീർ,
എന്നിവർ മുൻനിരയിൽ നിൽക്കുമ്പോൾ അതിനെല്ലാ ശക്തിയും പകർന്നുകൊണ്ട് അവർക്ക് പുറകിൽ നിൽക്കുന്ന ആളാണ് ശ്രീ വിദ്യ പുതുശ്ശേരി അക്കാഫ് ലേഡീസ് വിങ്ങിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ലേഡീസ് വിങ്ങാണ്. അതുകൊണ്ട് തന്നെ വിദ്യ പുതുശ്ശേരിയെ 2 വാക്ക് പറയാനായിട്ട് ക്ഷണിച്ചോളൂ. വിദ്യ. Yes, thank you, Anup. Good evening, respected dignitaries and all my ACAF family. ഈ സായാഹ്നത്തിൽ നമ്മൾ എല്ലാവരും ഒത്തുചേർന്ന അക്കാഫ് ആസ്ട്രോ വെൽനസ് പ്രോഗ്രാമിന് എൻ്റെ കോളേജായ മലബാർ ക്രിസ്ത്യൻ കോളേജിന്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യ പരിപാലനത്തിനു വേണ്ടി അക്കാഫ് തുടങ്ങിവെച്ച ഈ നൂതന സംരംഭം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പരിശ്രമിക്കണമെന്നാണ് പറയാനുള്ളത് എനിക്ക്. നമ്മുടെ കുടുംബത്തിന്റെയും ആരോഗ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണെന്ന് പൂർണ്ണ ബോധത്തോടെ നമ്മൾ ഇതിന് പങ്കെടുക്കണം. എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു. ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് മറ്റൊരു കാര്യത്തെ പറ്റി 2 വാക്ക് പറയുവാൻ ഉണ്ട്. കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി അക്കാഫ് വത്താനി അൽ എമിറാത്ത് ഫൗണ്ടേഷനുമായി സഹകരിച്ച് MOHന്റെ കീഴിലുള്ള കോവിഡ് വാക്സിനേഷൻ സെന്ററുകളിൽ വോളണ്ടിയറിംഗ് ചെയ്തു വരികയാണ്. ദിവസേന അവിടെ എത്തുന്ന 1000-ഓളം ആളുകളിൽ അതിൽ സീനിയർ സിറ്റിസൺസ്, സ്പെഷ്യൽ നീഡ്, ഹാൻഡിക്യാപ്പ് അങ്ങനെ എല്ലാവിധ പരിഗണനകളും ആവശ്യമുള്ള ഒരുപാട് ആളുകളെ സഹായിക്കാൻ നമുക്ക് സാധിച്ചു എന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ ഈ രാജ്യത്തിന്റെ ഗവൺമെന്റിനെയും സൊസൈറ്റിയെയും സേവിക്കാൻ നമുക്ക് കിട്ടിയ ഒരു അവസരം എല്ലാവരുടെയും പേരുകൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, നമ്മുടെ മുൻനിരയിൽ നിൽക്കുന്ന എല്ലാ നേതാക്കന്മാരുടെയും സഹകരണത്തോടുകൂടി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇതിൽ വളരെ ചുറുചുറുക്കോടെ പങ്കെടുക്കുന്ന ഒരുപാട് വോളണ്ടിയർമാരുണ്ട്. അവരെയും പേരെടുത്ത് പറയുന്നില്ല ഈ അവസരത്തിൽ. അവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. That's all for now. Once again, wishing each and everyone good luck for this great meeting. Thank you. ശ്രീ MCA നാസർ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. മാധ്യമ ലോകത്തെ വളരെ വലിയൊരു പേരായ ശ്രീ MCA നാസറിനെ നമ്മളോട് 2 വാക്ക് പറയാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ MCA നാസർ. ഇതിനെന്തോ ഒരു ജോയിൻ ചെയ്യാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത 10 മിനിറ്റ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്ന അന്നത്തെ മീറ്റിങ്ങിൻ്റെ കോവിഡ് വാക്സിനെ കുറിച്ച്, ഇത് നമ്മുടെ വെബിനാറുകളുടെ ഒരു സീരീസിലെ ആദ്യത്തേത് മാത്രമാണ്. അപ്പോൾ കോവിഡ് വാക്സിനെ കുറിച്ചും അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, അതുകൊണ്ട് എന്തുകൊണ്ട് ചെയ്യണം എന്നതിനെക്കുറിച്ചും അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചുമൊക്കെ സംസാരിക്കാൻ നമുക്കൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ പ്രശാന്താണ്. ഡോക്ടർ പ്രശാന്ത് ഒരു സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടൻറ്റ് ഫ്രം ആസ്റ്റർ അജ്മാനിൽ നിന്ന് നമ്മളൊപ്പം ചേരുകയാണ്. ഇദ്ദേഹം നമ്മൾക്ക് ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിലും നമുക്ക് സപ്പോർട്ടായി നമ്മൾക്കൊപ്പം ഉണ്ടാവും. ഡോക്ടർ പ്രശാന്തിനെ ഈ പ്രസൻറ്റേഷനിലേക്ക് ക്ഷണിച്ചോളൂ. ഇങ്ങനെ ഒരു വേദിയിൽ പങ്കെടുക്കാൻ I'm very grateful for that. To be of help to others is a privilege. അതിൻ്റെ ഒപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ ഒപ്പം ജോയിൻ ചെയ്യുന്നത് അതിലും വലിയൊരു പ്രിവിലേജ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. അല്പം നെക്സ്റ്റ് കുറച്ച് മിനിറ്റിൽ ഞാൻ കോവിഡ് വാക്സിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ആദ്യമായിട്ട് സാധാരണ ഒരു ചോദ്യം ഉയരുന്നത് വാക്സിൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്കറിയാം 200-ന്റെ മീതെയുള്ള രാജ്യങ്ങളിൽ
ബാധിക്കപ്പെട്ടിരിക്കുന്ന ഒരു എഫക്റ്റ് ആയിരിക്കുന്ന ഒരു കണ്ടീഷനാണ് COVID-19. അതിൽ 25 ലക്ഷത്തിന് മീതെ ആൾക്കാർ മരണപ്പെട്ടു കഴിഞ്ഞു. അതിൽ 10 മടക്ക് 20 മടക്ക് അതിൽ മീതെ എത്രയോ ഹോസ്പിറ്റലൈസേഷൻസ് നടന്നിട്ടുണ്ട്. അത് കൂടാണ്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഇഫക്ട്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വാക്സിൻ എടുക്കണോ വേണ്ടിയോ എന്നൊരു കാര്യത്തിൽ അതൊരു ചോദ്യം തന്നെയല്ല, തീർച്ചയായിട്ടും വാക്സിൻ എടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു അസുഖം വന്നത് എന്തുകൊണ്ടാണ് മനുഷ്യർ ഇത്രയും എഫക്റ്റ് ആയിരിക്കുന്നത്? നമ്മുടെ ബോഡിയിൽ ഇതുവരെ കാണാൻ പറ്റാത്ത ഒരു വൈറസ് ആണ് ഈ COVID-19 കോസ് ചെയ്യുന്ന SARS-CoV-2 പറഞ്ഞ വൈറസ്. ഇപ്പോൾ സാധാരണ ഒരു രീതിയിൽ ഒരു വൈറസ് നമ്മുടെ ഉള്ളിൽ കയറുമ്പോൾ നമ്മുടെ ബോഡി അതിൻ്റെ എതിരെ ഡിഫൻസ് റേസ് ചെയ്യും. ഈ SARS-CoV-2 പറഞ്ഞ വൈറസ് നമുക്ക് പരിചയമില്ലാത്ത കാരണം ആ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ഫെയിൽ ആവുന്ന കാരണമാണ് ഇതുമാതിരി പല ഇഫക്റ്റ് ഉള്ളത്. അപ്പോൾ പല ആൾക്കാരെ പല രീതിയിലാണ് അത് ബാധിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്കും ഈ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് വ്യത്യസ്തമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ഈ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്താലേ അടുത്ത ലെവലിലേക്ക് പ്രോപ്പറായിട്ട് ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ജനറേറ്റ് ചെയ്തിട്ട് അസുഖം നമ്മുടെ ശരീരത്തിന് നമുക്ക് പുറത്തയക്കാൻ പറ്റും. ഇപ്പോൾ സേഫായിട്ട് പക്ഷേ ഇപ്പോൾ ഈ കോവിഡ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ആരെയാ എങ്ങനെയാ ബാധിക്കുക നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. അതിൻ്റെ ഒരു കാരണം നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെയുള്ള ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. ഇപ്പോൾ SARS-CoV-2ൻ്റെ ഒരു അഡ്വേഴ്സ് ഇഫക്ട്സ് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഒരു പ്രോബ്ലംസ് ഒഴിവാക്കിയിട്ട് സേഫായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ജനറേറ്റ് ചെയ്യാനാണ് വാക്സിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് ഒരു സേഫായിട്ട് നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് വാക്സിൻസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരു അസുഖം മനസ്സിലാക്കിയത് മീതെ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ എതിരെ ഒരു വാക്സിൻ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ സയൻറ്റിഫിക് വേൾഡിന് ഒരു വലിയൊരു മഹാ അത്ഭുതം തന്നെയാണ്. അപ്പോൾ അത് കിട്ടാൻ ഉള്ള ഭാഗ്യം നമുക്ക് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇതിന് രണ്ടാമത്തെ ചോദ്യം സാധാരണ എനിക്ക് എൻ്റെ അടുത്ത് പേഷ്യൻസ് ചോദിക്കുന്നത്, ഇപ്പോൾ കുറേ വാക്സിൻസ് അവൈലബിൾ ആണ്, അത് ഏത് വാക്സിനാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവുക? അതും ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി 200-ൽ കൂടുതൽ രാജ്യങ്ങളിലാണ് ഇത് എഫക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 100-ൽ കൂടുതൽ രാജ്യങ്ങൾക്ക് വാക്സിനേഷൻ കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഏത് വാക്സിനാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടാമോ അത് തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കേണ്ടത്. അപ്പം അങ്ങനെ നമ്മൾ ചൂസി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് അനാവശ്യമായിട്ട് ഒരു ഡിലേ ഉണ്ടാക്കും. നമ്മുടെ ബോഡി അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് അത്രയും നാൾ മുന്നോട്ട് പോവുകയും ചെയ്യും. കോവിഡ് വന്നു കഴിഞ്ഞാൽ നമുക്കത് പ്രോബ്ലം ആവുകയും ചെയ്യും. അപ്പോൾ ഏത് വാക്സിനാണ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉള്ളത് അത് തന്നെയാണ് എടുക്കേണ്ടത്. മൂന്നാമത്തേത്, വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ സൈഡ് എഫക്ട്സ്? അപ്പോൾ ഇങ്ങനെ സൈഡ് എഫക്ട്സിൻ്റെ കാര്യം ഓരോരുത്തരും ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു പ്രൊഫസർ പറഞ്ഞ കാര്യമാണ് ഓർമ്മ വരിക. ഏതൊരു ട്രീറ്റ്മെൻറ്റിനും അത് ഇഫക്റ്റ് ഉണ്ടെങ്കിൽ അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ വാക്സിൻ റിലേറ്റഡ് ആയിട്ട് സൈഡ് എഫക്ട്സ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞിടെ ഇറങ്ങിയ ഒരു സ്റ്റഡിയിൽ സൈഡ് എഫക്ട്സിൻ്റെ ഇൻസിഡൻസ്, അതായത് ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എത്ര ആൾക്കാർക്കാണ് സൈഡ് എഫക്ട്സ് വരുന്നത് നോക്കുമ്പോൾ 1 മില്യൺ ഡോസ് അല്ലെങ്കിൽ 10 ലക്ഷം ഡോസ് എടുത്ത ആൾക്കാരിൽ 372 ആൾക്കാർക്ക് മാത്രമേ ഒരു സിംറ്റമാറ്റിക് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അത് വളരെ ചെറിയ നമ്പറാണ്. അപ്പോൾ സൈഡ് എഫക്ട്സിനെ കുറിച്ച് ആലോചിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. എത്രയോ ആൾക്കാർ സേഫായിട്ട് ഒരു വാക്സിൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് വിതൗട്ട് സൈഡ് എഫക്ട്സ്. ആൻഡ് വാക്സിൻ എടുത്ത ആൾക്കാരിൽ നല്ലപോലെ പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എംഫസൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത്, വാക്സിൻ എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട, വാക്സിൻ എടുക്കുക തന്നെ വേണം. രണ്ടാമത്തേത്, ഏത് വാക്സിൻ എടുക്കുക എന്ന് നിർബന്ധം പിടിക്കാണ്ട് ഏറ്റവും ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻ എത്രയും പെട്ടെന്ന് എടുക്കുക എന്നാണ് ഇതിൻ്റെ ഒരു പ്രയോറിറ്റി. മൂന്നാമത്, വാക്സിൻ റിലേറ്റഡ് ആയിട്ട് സൈഡ് എഫക്ട്സിനെ പേടിച്ചിട്ട് വാക്സിൻ എടുക്കാണ്ടിരിക്കരുത്. കാരണം സൈഡ് എഫക്ട്സ് വളരെ റയർ ആയിട്ട് മാത്രമേ സംഭവിക്കുള്ളൂ. ഈ 3 പോയിന്റ്സാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ 2 കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കാം. ഇപ്പോൾ വാക്സിൻ എടുത്തു കഴിഞ്ഞാലും നമ്മൾ 100% പ്രൊട്ടക്റ്റഡ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പ്രിക്കോഷൻസ്
നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. വാക്സിൻസ് പുതുതായിട്ട് ഇറങ്ങിയ വാക്സിൻസ് ആണ്. അപ്പോൾ അതിൻ്റെ എത്രത്തോളമാണ് അതിൻ്റെ പ്രൊട്ടക്റ്റീവ് എഫക്റ്റ്, എത്രത്തോളമാണ് അതിൻ്റെ എഫിക്കസി, അത് നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടും സാധാരണ എടുക്കുന്ന പ്രിക്കോഷൻസ്, അതായത് പ്രോപ്പർ മാസ്ക്. ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ഇംപ്രോപ്പർ അല്ലെങ്കിൽ ഇനാഡിക്വേറ്റ് ആയിട്ടുള്ള ഫേസ് മാസ്കിംഗ് ആണ്. മാസ്ക് ഇടുന്നുണ്ട്, പക്ഷെ അത് മൂക്കിൻ്റെ താഴെ അല്ലെങ്കിൽ താടിയുടെ താഴെ ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം. മാസ്ക് പ്രോപ്പറായിട്ട് തന്നെ ഇടണം. അവസാനമായിട്ട് നമ്മുടെ ഈ വെൽനെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെൽനെസ് മാത്രമല്ല നമ്മുടെ സ്പിരിച്വൽ വെൽനെസ് കൂടി. അങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു വൈറസോ ഒരു ബാക്ടീരിയയോ നമ്മളെ കീഴടക്കാൻ സാധിക്കില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഡയറ്റ് നോക്കുകയാണ്, നമ്മൾ പ്രോപ്പറായിട്ട് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുകയാണ്, നമ്മൾ ഹെൽത്തി ആയിട്ട് എക്സസൈസ് ചെയ്യുകയാണ്. ഈ ക്രോണിക് കണ്ടീഷൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഷുഗർ ഉള്ളവരാണെങ്കിൽ ഷുഗേഴ്സിന്റെ കൺട്രോൾ പ്രോപ്പറാണ്. ബ്ലഡ് പ്രഷർ മെഡിസിൻസ് എടുത്തിട്ട് ബ്ലഡ് പ്രഷറിന്റെ ലെവൽ നോർമലാണ്. അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈറസിനെയും നമ്മളെ കീഴടക്കാൻ സാധിക്കില്ല. താങ്ക് യു. നമുക്ക് ചോദിക്കാമോ ഡോക്ടറോട്? ചോദിക്കാം, പക്ഷേ പ്ലീസ് യൂസ് ദ ചാറ്റ് ബോക്സ്. അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒത്തിരി നോയ്സ് വരും. അതുകൊണ്ട് എല്ലാവരും ചാറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചാറ്റ് ബോക്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് ഡോക്ടറോട് ചോദിക്കുന്നതായിരിക്കും. കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഡോക്ടർ. കെൻ വി ആസ്ക്? Yeah, sure. Please come here. ഒരു ചോദ്യം വന്നിട്ടുള്ളത്, is steam inhalation compulsory and important? Doctor, we can't hear you. Doctor, we lost you there. There was a break. നമ്മൾ പറഞ്ഞ കേട്ടില്ല. Okay. I was responding to the question, is steam inhalation compulsory or not? ഈ steam inhalation compulsory ആണെന്ന് പറയാൻ പറ്റില്ല. But എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് റിലീവ് ആവാൻ വേണ്ടിയിട്ട് steam inhalation വളരെ യൂസ്ഫുൾ ആയിരിക്കും. Questions I'm not able to see. കോവിഡ് പോസിറ്റീവ് ആയ ആള് നെഗറ്റീവ് ആയ ശേഷം വാക്സിൻ എടുക്കേണ്ടതുണ്ടോ? ഇത് ഡിപ്പെൻഡ് ചെയ്യും. ലൈക്ക് ഇപ്പോൾ രണ്ട് സിറ്റുവേഷൻസ് ആണ് ഉള്ളത്. കോവിഡ് ഇൻഫെക്ഷൻ ഡോസ് വാക്സിൻ എടുക്കുന്നതിന് മുന്നേ ആണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ 90 days കഴിഞ്ഞിട്ടാണ് ആ പേഴ്സൺ വിൽ ബി എലിജിബിൾ ഫോർ ടേക്കിംഗ് ദ കോവിഡ് വാക്സിൻ. രണ്ടാമത്തെ സിറ്റുവേഷൻ, ഇപ്പോൾ ചിലവർക്ക് ആദ്യത്തെ ഡോസ് കഴിഞ്ഞിട്ട് കോവിഡ് ഇൻഫെക്ഷൻ വരുന്ന ആൾക്കാരുണ്ട്, രണ്ടാമത്തെ ഡോസ് എടുക്കുന്നതിന് മുന്നേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ എത്രത്തോളം സിവിയർ ആണ് കോവിഡ് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏസിംപ്റ്റമാറ്റിക് ലക്ഷണം ഇല്ലാണ്ട് കോവിഡ് ഇൻഫെക്ഷൻ ഉണ്ടായ ആളാണ്, അല്ലെങ്കിൽ മൈൽഡായിട്ട് കോവിഡ് ഇൻഫെക്ഷൻ ഉണ്ടായ ആളാണെന്നുണ്ടെങ്കിൽ സിംറ്റംസ് ഒക്കെ മാറിയ ശേഷം തീർച്ചയായിട്ടും രണ്ടാമത്തെ ഡോസ് എടുക്കണം. നേരത്തെ കോവിഡ് ഇൻഫെക്ഷൻ വാക്സിൻ എടുക്കുന്നതിന് മുന്നേ എടുത്ത ആളാണെന്നുണ്ടെങ്കിൽ ഒരു 90 days വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വാക്സിൻ ഇവിടെ ലഭ്യമാവുള്ളൂ. Okay, thank you, doctor. Next question, how long is the vaccination effective in the body? That is something that is difficult to answer at this point in time. ഇപ്പോൾ അതിൻ്റെ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഇൻഫോർമേഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ക്ലിനിക്കൽ ട്രയൽസിൽ നിന്നാണ്. അപ്പോൾ അതിൽ ആസ് പെർ ഇൻഫോർമേഷൻ it can be protected for at least 6 months to 9 months time.
ഓവർ ദ പീരിയഡ് ഓഫ് ടൈം, ഇപ്പോൾ അടുത്ത കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇനിയും കൂടുതൽ സ്റ്റഡീസ് വരും. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് വാക്സിന്റെ ടോട്ടൽ ഇഫക്ടിവിറ്റി നമുക്ക് പറയാൻ പറ്റൂ. അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. നമ്മൾ വാക്സിൻ എടുത്താലും 100% പ്രൊട്ടക്റ്റഡ് എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള പ്രിക്കോഷൻസ് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. Thank you. If we get COVID-19 after the first dose of vaccine, when do we take the second dose? I answered part of that with the previous one. I will repeat again. ഇപ്പോൾ ഫസ്റ്റ് ഡോസ് കഴിഞ്ഞിട്ട് വളരെ മൈൽഡായിട്ട് ഇൻഫെക്ഷൻ ആണ് അല്ലെങ്കിൽ ലക്ഷണം ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ആ ആള് ഐസൊലേഷൻ പീരീഡ് അല്ലെങ്കിൽ കഴിഞ്ഞിട്ട്, അത് യൂഷ്വലി ഇറ്റ് ഇസ് 10 to 14 days ടൈം, പിന്നെ സിംറ്റംസ് ഒക്കെ മാറിയ ശേഷം തീർച്ചയായിട്ടും രണ്ടാമത്തെ ഡോസ് എടുക്കാവുന്നതാണ്. മോഡറേറ്റ് ടു സിവിയർ ഇൻഫെക്ഷൻ, അതായത് ഹോസ്പിറ്റലൈസേഷൻ റിക്വയർ ചെയ്യുന്ന ഒരു കോവിഡ് ഇൻഫെക്ഷൻ ആയിരുന്നു എങ്കിൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണം. ട്രീറ്റ് ചെയ്ത ഹെൽത്ത് കെയർ പ്രൊവൈഡറിന്റെ അഡ്വൈസ് ശേഷം മാത്രമേ രണ്ടാമത്തെ ഡോസ് എടുക്കാൻ പാടുള്ളൂ. Okay. I took the Pfizer vaccine, both doses. I have asthma and fatty liver grade 2. What are the special precautions I have to take? ഭയങ്കര അത്ഭുതം. Please do not unmute yourselves. Thank you. രണ്ട് ഡോസ് ഫൈസർ വാക്സിൻ എടുത്ത് കഴിഞ്ഞിട്ടുള്ള ആളാണ് ആൻഡ് ദ പേഴ്സൺ ഹാസ് ആസ്മ ആൻഡ് ലിവർ ഡിസീസ്. സോ സ്പെസിഫിക് ആയിട്ടുള്ള പ്രിക്കോഷൻസ് അല്ല ഉള്ളത്, ഇൻ ജനറൽ ആയിട്ടുള്ള പ്രിക്കോഷൻസ്. ഇപ്പോൾ രണ്ടാമത്തെ ഡോസ് വാക്സിന് ശേഷം ഇറ്റ് ടേക്സ് 4 weeks ഫോർ ദ വാക്സിൻ ടു ബി കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റീവ്. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് നോർമൽ തന്നെ പ്രിക്കോഷൻസ് എല്ലാവരും എടുക്കണം. അതിന് ശേഷവും മാസ്ക്, വേറെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവുന്നവരെ മാസ്കും ഹാൻഡ് വാഷിങ്ങും ഫിസിക്കൽ ഡിസ്റ്റൻസിങ്ങും എല്ലാം തന്നെ പാലിക്കണം. Is it right that we should not take steam if we have cough during COVID? There is no data to advise for or against steam. സ്റ്റീം എടുത്താൽ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടും. പക്ഷെ കോഫ് ഉള്ള ടൈമിൽ സ്റ്റീം അല്ല, നെബുലൈസേഷൻ ആണ് സാധാരണ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയാറ്. കാരണം ആക്റ്റീവ് ഇൻഫെക്ഷൻ ഉള്ള ആൾക്ക് നെബുലൈസ് ചെയ്യുന്ന സമയത്ത് അത് മറ്റുള്ളവർക്ക് പകരാനായിട്ടുള്ള ചാൻസ് കൂടും. ഒരാൾ നെബുലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് പകരാനുള്ള ചാൻസ് കൂടും. പക്ഷേ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള റൂമാണ്, ആഡിക്വേറ്റ് വെന്റിലേറ്റഡ് ആയ റൂമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെബുലൈസ് ചെയ്യാം. സ്കീമിങ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രോബ്ലം ഇല്ല. Thank you. We have taken the flu vaccine recently. Can we still go for the COVID vaccine now? ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ട് ഫ്ലൂ വാക്സിൻ കഴിഞ്ഞിട്ട് 1 മാസത്തിന് ശേഷമാണ് കോവിഡ് വാക്സിൻ എടുക്കാനായിട്ട് അഡ്വൈസബിൾ ആയിട്ട് നമ്മുടെ UAE മിനിസ്ട്രി അഡ്വൈസ് ചെയ്തിട്ടുള്ളത്. So after finishing the flu vaccine, after 1 month, the COVID vaccine can be taken. Should people who were tested positive take medicines to prevent blood clot even after the quarantine period? But at this point of time, there is no necessity for taking blood thinners or prevention of medicines to prevent blood clotting in people who are not hospitalized. അപ്പോൾ അവർക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ആസ്പിരിൻ അല്ലെങ്കിൽ അതുമാതിരി മെഡിസിൻസ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് നീഡ്സ് ടു ബി കണ്ടിന്യൂഡ്. പക്ഷേ ഏസിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മൈൽഡ്ലി സിംറ്റമാറ്റിക് ആയിട്ട് ആൾക്കാർക്ക് അല്ലെങ്കിൽ വീട്ടിൽ ക്വാറന്റൈൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ മെഡിസിൻസ് എടുക്കാൻ യാതൊരു റോളും ഇല്ല. All right. Thank you, Doctor. We are running out of time. We truly apologize for this. We do hope that we can give you another chance to clarify your questions. Thank you, Dr. Prashant, for your valuable information. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഡോക്ടർ. അതായത് ഈ കോവിഡ് വാക്സിനേഷൻ 2 ഡോസ് എടുത്ത് ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് ആൾ പോസിറ്റീവ് ആയി. അതെന്തുകൊണ്ടാണ്? 2 ഡോസ് എടുത്തു, പിന്നെ 3 weeks കഴിഞ്ഞു. ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യാമോ ക്വസ്റ്റ്യൻ? 2 ഡോസ് വാക്സിനേഷൻ എടുത്തു, അതിനുശേഷം ആഫ്റ്റർ 3 weeks അത് പോസിറ്റീവ് ആയി ടെസ്റ്റ് ചെയ്തപ്പോഴും. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻസിന്റെ എഫിക്കസി
100% അല്ല. അതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഇസ് നോട്ട് 100%. അപ്പോൾ 2 ഡോസ് വാക്സിൻ എടുത്തിട്ട് 3 weeks കഴിഞ്ഞിട്ട് there is still a probability that the person has got the infection. But the main role of the vaccination, അതായത് വാക്സിൻ എടുക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഡെത്ത്സ് റെഡ്യൂസ് ചെയ്യാനാണ്, സിവിയർ ഇൽനെസ്സും ഹോസ്പിറ്റലൈസേഷൻ റെഡ്യൂസ് ചെയ്യാനാണ്. അതാണ് ഇതുവരെ ഈ വാക്സിൻ നടന്നിട്ടുള്ള ട്രയൽസിൽ സ്റ്റഡി ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഇടയ്ക്ക് ഇസ്രയേലിലാണ് ഏറ്റവും മാസീവ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണൈസേഷൻ ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുന്നത്, വാക്സിനേഷൻ ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുള്ള ഡേറ്റ നോക്കുമ്പോൾ ഈ ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്ത പിന്നെ ഡെത്ത്സിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, ഹോസ്പിറ്റലൈസേഷൻസ് കുറഞ്ഞിട്ടുണ്ട്, സിവിയർ ഡിസീസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഒരു വാക്സിനേഷൻ ഡ്രൈവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ അടുത്ത് തന്നെ നമുക്കും ആ ഒരു ബെനിഫിറ്റ് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഡോക്ടർ. ഒരുപാട് സന്തോഷം താങ്കളുടെ തിരക്കുള്ള സ്കെഡ്യൂളിനിടയിലും ഇതിന് കുറച്ച് സമയം കണ്ടെത്തിയതിന്. ഇനിയും സംശയങ്ങൾ ഉണ്ടാവാമെന്നറിയാം. തീർച്ചയായിട്ടും നമ്മൾ ആരെങ്കിലും, നമ്മൾ ഈ കൂട്ടത്തിലുള്ള ആരെയാണ് നിങ്ങൾക്ക് പരിചയമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ അറിയിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജ് അലുമിനെ അറിയിക്കുക. ചോദ്യങ്ങൾ നമുക്ക് കിട്ടിയാൽ നമ്മൾ ഡോക്ടർ പ്രശാന്തുമായി ബന്ധപ്പെട്ട് അത് തിരിച്ച് അതിന് ഉത്തരങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും. ഒരു കാര്യം കൂടെ, നമ്മുടെ പ്രസിഡന്റ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഈ ഇനീഷ്യേറ്റീവ് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് അതുകൊണ്ടുള്ള ഗുണങ്ങൾ, ഒരു വർഷം നീട്ടി നിൽക്കുന്ന ആസ്റ്ററിൻ്റെ ഏത് ഫെസിലിറ്റിയിൽ നമുക്ക് പ്രയോറിറ്റി ഉണ്ട്, നമ്മൾക്ക് പാക്കേജസ്, എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ടാവുന്നില്ല, അതിനുള്ള പാക്കേജസ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ അടുത്ത 5 മിനിറ്റിനുള്ള അത് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അടുത്ത കാര്യപരിപാടിയിലേക്ക് പോകണം. നമ്മൾ ഒരുപാട് വൈകിയിരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ അതിലുണ്ടെങ്കിൽ അറിയിക്കാം. അതല്ലെങ്കിൽ അക്കാഫിൻ്റെ പേജിലോ ഗ്രൂപ്പിലോ വന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾ അറിയിച്ചാൽ നമ്മൾ അതിന് ഉത്തരം തരുന്നതുമായിരിക്കും. മനോജ്, MCA നാസർ എത്തിയിട്ടുണ്ടേ. നമ്മൾ അടുത്ത അദ്ദേഹത്തിലോട്ട് പോവുകയാണ്. അതിന് മുൻപ് ഈ ചോദ്യങ്ങൾ അവസാനിപ്പിച്ച് ഇനിയുള്ള ചോദ്യങ്ങൾ നമുക്ക് നിങ്ങൾ ചാറ്റ് വിൻഡോയിൽ ഇടുക. നമ്മൾ അത് കഴിഞ്ഞിട്ട് ആൻസർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ മാധ്യമലോകത്തെ, മധ്യപൂർവ്വദേശത്തെ മാധ്യമലോകത്തെ വലിയൊരു പേരാണ് ശ്രീ MCA നാസർ. അദ്ദേഹത്തിന് 2-3 തവണ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അദ്ദേഹം നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ MCA നാസർ, ഞങ്ങളോട് ഇതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഡോക്ടറുടെ ആ സംഭാഷണം ശ്രദ്ധിക്കുകയായിരുന്നു. വളരെ ചുരുങ്ങിയ രൂപത്തിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് പോലും അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഇന്നലെ 1-2 പേര് എന്നോട് പറഞ്ഞു ഇങ്ങനെ 2 തവണ ഒക്കെ കോവിഡ് ഈ വാക്സിൻ എടുത്തിട്ടും കോവിഡ് ബാധിക്കുന്നത്. പക്ഷേ വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഇപ്പോൾ ഡോക്ടറോട് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും അക്കാഫിന്റെ, ഐസക് പട്ടാണിപ്പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള ഈ അക്കാഫ് തുടങ്ങി വെച്ച ഒരു വലിയ സംരംഭം തന്നെയാണ്. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള സംരംഭം എന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു ആശങ്ക, ഒരു പക്ഷേ ആസ്റ്ററുമായിട്ടുള്ള ഈ സഹകരണത്തിലൂടെ ഒക്കെ നമ്മൾ ഒരു ആരോഗ്യപരമായിട്ടുള്ള സുരക്ഷ എന്നതായിരിക്കാം പ്രധാനമായിട്ടും ഊന്നൽ നൽകുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, അല്ലെങ്കിൽ ഒരുപാട് ഇപ്പം സമീപകാലത്ത് നടന്ന ഹൃദയാഘാതം ഉൾപ്പെടെയുള്ള മരണങ്ങളൊക്കെ നിരീക്ഷിക്കുമ്പോൾ അതിന് വലിയൊരു പങ്ക് ആയിട്ട് മാറിയിരിക്കുന്നത് മാനസികമായിട്ടുള്ള സമ്മർദ്ദവും പിരിമുറുക്കവും തന്നെയാണ്. അപ്പൊ ആ ഒരു മേഖലക്ക് കൂടി പിന്നെ ഒരു വർഷത്തോളം നീളുന്ന ഈ ഒരു വെൽനെസ്സിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചർച്ചയിൽ അത് വന്നിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. വലിയൊരളവിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി ഒന്നല്ല, അനാവശ്യമായിട്ടുള്ള വേവലാതികൾ, അസ്വസ്ഥതകൾ, ഇതൊക്കെയാണ് മനുഷ്യരെ ബാധിക്കുന്നത്. ഇപ്പൊ പലരും തൊഴിൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ വിലപിക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നിട്ടൊരു വർഷമായിട്ട് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, അടുത്തൊരു 2-3 കൊല്ലം കൊണ്ട് നമ്മുടെ ജീവൻ ബാക്കി കിട്ടുകയാണെങ്കിൽ മറ്റൊക്കെ സെക്കൻഡറി ആയിട്ട് നമ്മൾ കണ്ടാൽ മതി. അതാണ് ഏറ്റവും പ്രധാനം. നമ്മളുടെ ജീവൻ ബാക്കി കിട്ടുമെങ്കിൽ അത് ഏറ്റവും വലിയൊരു കിട്ടലായിരിക്കും. കാരണം അത്രയേറെ മനുഷ്യരാണ്. ഇപ്പം 20 മരണമാണ് ഇപ്പൊ UAE പിന്നിട്ട 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തത്. ആ 20-ൽ നമ്മൾ പെട്ടിട്ടില്ല എന്നുള്ളതിന് നമ്മൾ ദൈവത്തോടോ ആരോടോ ഒക്കെ ഒരുപാട് നന്ദി പറയേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ നിസ്സാര കാര്യങ്ങൾ, അസ്വസ്ഥതകൾ, ഇതൊക്കെയാണ് ഈ 35-ാം വയസ്സിലും 40-ാം വയസ്സിലും ഒക്കെ നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് മനുഷ്യരെ കൊണ്ടുപോയത്. അഷ്റഫ് എന്ന ഒരു വലിയ സുഹൃത്തിന്, അക്കാഫിന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന്റെ ഓർമ്മകൾ കൂടി ഈ സമയത്ത് വരികയാണ്. കാരണം ഇങ്ങനെ നടന്നുപോയ ഒരുപാട് മനുഷ്യരുണ്ട്. എന്താണ് അതിലെ കാരണങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷെ ആരോഗ്യം മാത്രമല്ല, മാനസികമായിട്ടുള്ള ഒരുപക്ഷെ നമുക്ക് പോലും അറിയില്ല നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ എത്ര പേര് ഈ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, സംഘർഷങ്ങളൊക്കെ നേരിടുന്നുണ്ട് എന്നത്.
അപ്പൊ അത് ലഘൂകരിക്കാനും കൂടി ഈ വെൽനസിന്റെ ഭാഗമായിട്ടുള്ള ഒരു കൊല്ലം നീളുന്ന ഈ ഒരു പ്രക്രിയയിൽ വലിയൊരു ഊന്നൽ നൽകണം എന്ന് മാത്രമാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. അക്കാഫ് തുടങ്ങി വെച്ച ഈ സംരംഭം ഏറ്റവും അർത്ഥപൂർണമാണ്. അതിന് എല്ലാവിധ പിന്തുണ ഏതൊക്കെ നിലക്ക് അതിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുമോ അതൊക്കെ ഉണ്ടാകുമെന്ന് കൂടി ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലക്ക് ഉറപ്പു നൽകുകയാണ്. എല്ലാവിധ ഭാവങ്ങളും. ഒരുപാട് നന്ദി നാസിർക്ക. പക്ഷേ നമുക്ക് ഇനി അടുത്തത് പോകേണ്ടത് മാത്രമല്ല ഒന്ന് ഉറപ്പിക്കും കൂടിയാണ്, ഇനി മാധ്യമ ലോകത്ത് നമുക്ക് ഒരുപാട് സപ്പോർട്ട് വേണം. കാരണം ഇത് നമ്മൾക്ക് ഇതിനുള്ളൊരു കാര്യങ്ങൾ നടന്നാൽ പോരാ, അത് ജനങ്ങളിൽ എത്തിക്കാൻ നിങ്ങളെ പോലെയുള്ളവർ ഒരുപാട് സഹായം വേണം. നന്ദി. ഇനി നമ്മൾ പോകുന്നത് ഒരുപക്ഷെ ഈ ആശയം നമ്മൾ അവതരിപ്പിച്ച് കഴിഞ്ഞ് അതിന് രാവും പകലും പുറകെ നിന്ന് പിന്തുണയ്ക്കുകയും അതിനുവേണ്ടി അഹോരാത്രം പണിപ്പെടുന്ന ഒരു വലിയ സംഘത്തിനെ നയിക്കുകയും നമ്മൾക്കൊപ്പം ശക്തിയായി നിൽക്കുകയും ചെയ്യുന്ന ഒരു അക്കാഫുകാരനാണ്. നമ്മൾ അദ്ദേഹത്തെ അക്കാഫുകാരൻ എന്ന് പറയും, പക്ഷേ അദ്ദേഹം ആസ്റ്ററിൻ്റെ ജനറൽ മാനേജറും വളരെ ഉയർന്ന വ്യക്തിയൊക്കെയാണ്. പക്ഷേ നമ്മൾക്ക് അദ്ദേഹത്തിന് നമ്മളൊരാളായിട്ടാണ് കാണാൻ ഇഷ്ടം. നമ്മുടെ പ്രിയപ്പെട്ട മിസ്റ്റർ ജലീലിനെ, ആസ്റ്റർ DME ഹെൽത്ത് കെയറിൻ്റെ ജനറൽ മാനേജർ ശ്രീ ജലീലിനെ നമ്മളോട് 2 വാക്ക് പറയാനായിട്ട് നമ്മൾ ക്ഷണിച്ചുകൊള്ളുന്നു. ജലീൽ കാ, സ്വാഗതം. നമസ്കാരം. സന്തോഷം. ഞാൻ അക്കാഫിൻ്റെ മെമ്പറും അതേപോലെ തന്നെ ആസ്റ്ററിൻ്റെ ഭാഗവുമായതുകൊണ്ട് ഈ ഒരു സംയുക്ത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിങ്ങളോടൊപ്പം നിൽക്കാനാകുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. വൈകിയ വേളയിൽ ഞാൻ അധികം സംസാരിച്ചിട്ട് ഒരു അധിക പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. കാര്യങ്ങളെല്ലാം എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതിന് ആകെ നിങ്ങൾക്ക് തരുന്ന 2 കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന്, ഈ അക്കാഫിൻ്റെ നേതൃത്വവും അക്കാഫിൻ്റെ മുൻനിര പോരാളികളും ഒപ്പം തന്നെ ഇതിൻ്റെ എല്ലാ ആളുകളും ചേർന്നിട്ട് ഈ നടത്താൻ ആഗ്രഹിക്കുന്ന ഈ പ്രവർത്തനത്തിന് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ഒപ്പം തന്നെ കുറച്ചു മുമ്പ് MC നാസർ പറഞ്ഞതുപോലെ ധാരാളം കൺസേൺസുകൾ നിങ്ങളിൽ വരുന്ന നമ്മളെ അക്കാഫിൻ്റെ മെമ്പേഴ്സിനെ നീണ്ടു നിൽക്കുന്ന കാലങ്ങളിൽ നമ്മളതിനെ നമ്മുടെ വളണ്ടിയറിലൂടെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ആരോഗ്യപരമായിട്ടുള്ളതും മാനസികമായിട്ടുള്ള എല്ലാ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ആർക്കെന്തെങ്കിലും ഇതേപോലെ കൺസേൺസുകളും സംശയങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ ആ സംശയ നിവാരണത്തിന് വേണ്ടി നമ്മളൊരു പ്രത്യേക സെല്ല് തന്നെ തുറന്നുകൊണ്ട് നമ്മുടെ വളണ്ടിയേഴ്സ് ഏത് സമയത്തും നിങ്ങളുടെ ആൻസർ ചെയ്യാൻ വേണ്ടി അതിനോട് പ്രത്യേക സെല്ല് കൂടി നിങ്ങൾക്ക് തുറന്നു തരുന്നതിന് വേണ്ടി ഞങ്ങളുടെ ടീമിലുള്ള ഡോക്ടർ സതീഷ് കൗസൂരിനെയും ഡോക്ടർ മാസുദ്ദീനെയും അതിനകത്തേക്ക് നിഹാദിന്റെ നേതൃത്വത്തിൽ അറേഞ്ച് ചെയ്ത് തരുന്നതാണെന്നും കൂടി ഞാൻ നിങ്ങളോട് അഡീഷണൽ ആയിട്ടൊരു കമ്മിറ്റ്മെന്റും കൂടി പറയുകയാണ്. 24/7 ആ സർവീസ് നിങ്ങൾക്ക് എടുക്കാവുന്നതുമാണ്. അതും കൂടി നിങ്ങളോട് ഞങ്ങൾ അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവങ്ങളും ഈ പ്രവർത്തനത്തെ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും കൂടി സഹകരിച്ച് വിജയിപ്പിക്കും. അതിന് എല്ലാവിധ ഭാവങ്ങളും സപ്പോർട്ടും ഞാൻ ഒരിക്കൽ കൂടി ആസ്റ്ററിന്റെ പേരിലും ഒരു അക്കാഫ് മെമ്പർ എന്നുള്ള രീതിയിലും ഞാൻ നൽകുകയാണ്. താങ്ക് യു ജലീൽ കാ. നിങ്ങൾ ഇനിയും ഉള്ള അടുത്ത 365 ദിവസങ്ങളിലും നമുക്കൊപ്പം വേണം. അതോടൊപ്പം ഇനി നമ്മളോടൊപ്പം ചേരുന്നത് കുറച്ച് നേരം മുൻപ് ഉണ്ടായിരുന്നിട്ട് സംസാരിക്കാൻ കഴിയാതെ പോയ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ ശക്തനായ പ്രസിഡന്റ് ശ്രീ EP ജോൺസൺ സർ. സർ, 2 വാക്ക് പറയാൻ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു വെരി മച്ച്. എന്തായാലും ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് കട്ടാക്കി പുറത്തോട്ട് മാറിയിരുന്നു. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഷാഹുൽ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിൽക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് തന്നെ, അജ്മാനില് ജബൽസിന മെഡിക്കൽ സെന്ററിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ സമാപനത്തിന് ഇന്ദിരാഗാന്ധി വീക്ഷണം ഫോറത്തിന്റെ സെൻട്രൽ കമ്മിറ്റിയുടെ പേരിലുള്ള പരിപാടിയാണ് നടക്കുന്നത്. ഞാൻ അതിന്റെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യാനാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോ ഇത് കവിഞ്ഞ് വേറൊരു മെസ്സേജ് എനിക്ക് തരണ്ടല്ലോ നിങ്ങൾക്ക് അല്ലേ? എന്തായാലും വെൽനസ് നിങ്ങളുടെ നല്ലൊരു പരിപാടി. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് പ്രസ്ഥാനങ്ങളെ കുറിച്ച് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. ഒന്ന് അക്കാഫിനെ കുറിച്ചും, 2 അസ്റ്ററിനെ കുറിച്ചും. ആദ്യം അസ്റ്ററിനെ കുറിച്ച് പറയട്ടെ. ഇന്നലെ ഒരു നമ്മുടെ ഒരു സഹോദരി 32 വയസ്സുകാരി 7 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഓപ്പറേഷൻ നടത്തി എടുത്തിട്ട് കിടത്തിയിരിക്കുന്ന ഒരു സഹോദരി വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ, വല്ലാത്തൊരു കണ്ടീഷനിൽ മെഡ് കെയറിൽ കിടന്നിരുന്നു. അത് അസ്റ്ററിന്റെ ഭാഗമാണ്. വല്ലാത്ത അവസ്ഥയിൽ അമേരിക്കൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെങ്കിൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ ഇതിന്റെ ഡോക്ടർ അയ്യൂബ് എന്ന് പറയുന്നതാണ് ഇതിന്റെ CEO. അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു. എനിക്കിങ്ങനെ, ഞാൻ ആസാദ് മൂപ്പൻ സാറിനെ വിളിക്കുന്നില്ല, നിങ്ങളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ മറ്റെടുത്തും വിളിച്ചു. അപ്പൊ പെട്ടെന്ന് തന്നെ ഒറ്റ ദിവസം കൊണ്ട് അവരെ ട്രാൻസ്ഫർ ചെയ്ത് തരികയുണ്ടായി.
സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി മറ്റുള്ളവര്. 2 മാസം കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ പെട്ടെന്ന് തന്നെ അവർക്ക് കിട്ടി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് അസ്റ്റർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങളുണ്ട്. അതിനെ ഞാൻ പ്രകീർത്തിക്കാൻ വേണ്ടിയാണ് ഈ സമയം ഞാൻ എടുത്തത്. 2 അക്കാഫിന്റെ കാര്യങ്ങൾ എന്തൊക്കെ അവർ ചെയ്യുന്നില്ല എന്ന് മാത്രം നമ്മൾ ചോദിച്ചാൽ അതായിരിക്കും ചെറിയ ലിസ്റ്റ് വരുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ നേതൃത്വത്തിലുള്ള ചാൾസ് ആയാലും നമ്മുടെ ഷാഹുൽ ഹമീദ് ആയാലും എൻ്റെ പ്രിയ സഹോദരൻ നമ്മുടെ ജാഫർ കണ്ണാട്ട്, അതുപോലെ തന്നെ അതിന്റെ പേട്ടനായിരിക്കുന്ന ഐസക്, എൻ്റെ സഹോദരൻ ഐസക് പട്ടാണിപ്പറമ്പ്, ഇങ്ങനെ എല്ലാവരും തന്നെ. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ബിജുവിന്റെ തടി കുറയ്ക്കുന്നതിനെ കുറിച്ച് എനിക്കൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. ആ പാവത്തിനെ അദ്ദേഹത്തിന്റെ സൗന്ദര്യം കളയല്ലേ എന്നൊരു അഭ്യർത്ഥന ഞാൻ വെക്കുന്നുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തുകയാണ്. നമ്മുടെ മലയാളികൾക്കുള്ള ഒരു ദൂഷ്യം, നമുക്ക് അസുഖം വരട്ടെ എന്നിട്ട് നമുക്ക് ചികിത്സിക്കാം എന്ന് കാത്തു നിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മലയാളി സമൂഹം. ഞാൻ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതല്ല, നമുക്ക് എല്ലാ വർഷവും, പ്രത്യേകിച്ച് 45 വയസ്സിന് മുകളിലായെന്ന എല്ലാവരും ഒരു വർഷം ഒരിക്കലെങ്കിലും നമ്മൾ ഒരു പൂർണ്ണമായ ചെക്കപ്പ് നടത്താനായിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു പനി വരുമ്പോൾ ആ പനി വന്ന് മൂർച്ഛിക്കുന്നതിന് മുമ്പ് പോയി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്കാനും അതിന് വേണ്ട രീതിയിൽ ചെയ്യുവാനും നമ്മൾ ധൈര്യം കാണിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ഇപ്പം എല്ലാവരും കേൾക്കുന്ന ഒരു വാക്കാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി. എന്തുകൊണ്ട് നമുക്ക് സ്വല്പം വെയിൽ കൊള്ളാൻ സാധിക്കുന്നില്ല? ഏതെങ്കിലും സമയം ഇറങ്ങി നിന്നൊരു വെയിൽ കൊള്ളാൻ ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്ന സാധനമാണ്. അതിനൊന്നും നമ്മൾ മെനക്കെടത്തില്ല. രാവിലെ എഴുന്നേറ്റ് നടക്കാൻ എന്തുകൊണ്ട് പറ്റില്ല? ഞാൻ 6.5 അടി നീളം, 6 അടി 2 ഇഞ്ച് നീളമുള്ള ആളാണ്. എനിക്ക് വേണ്ടത് 98 കിലോ ഉണ്ട്. ഞാനത് കുറച്ച് കൊണ്ടുവന്ന് 95ലേക്ക് വന്നിട്ടുണ്ട്. എങ്കിലും അത് പോരാ, കുറച്ചുകൂടെ കുറയ്ക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലെങ്കിലും ഒരു വർഷം ഒരിക്കലെങ്കിലും നമ്മൾ മെഡിക്കൽ ചെക്കപ്പ് നടത്തണം. അതുപോലെ നടക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, വ്യായാമങ്ങളിൽ സാധാരണ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏർപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം ഇന്ന് നമ്മൾ കോവിഡിന്റെ കാലത്തൂടെ കടന്നു പോവുകയാണ്. ഇന്ന് 20 മരണമാണ് വൈകുന്നേരം വരെയുള്ള റിസൾട്ട് ഞാൻ കേട്ടിരിക്കുന്നത്. മെനഞ്ഞാന്ന് 4 മലയാളികൾ തന്നെ ഷാർജയിൽ മരണപ്പെടുകയുണ്ടായി. 8 പേരുടെ കാര്യങ്ങൾ ഞാൻ അറ്റൻഡ് ചെയ്തു. ഇതുപോലെ ഞാൻ എല്ലാ വേദികളിലും പറയുന്നില്ല, പളുങ്ക് പാത്രം താഴെ വന്ന് വീണ് ഉടയുന്ന പോലെ നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കൺമുമ്പിൽ വീണ് പിടഞ്ഞു മരിക്കുകയാണ്. നമ്മൾക്ക് എന്തുകൊണ്ട് കുറച്ചുകൂടെ ജാഗ്രതയോടുകൂടി ചിന്തിച്ചുകൂടാ എന്നുള്ള ഒരു ചിന്ത നിങ്ങളവിടെ വെച്ചുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാം. നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ പരീക്ഷിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായിട്ട് പോവുക. സ്റ്റാഫിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണമായ പിന്തുണ രേഖപ്പെടുത്തിക്കൊണ്ട് അസ്റ്ററിന് എല്ലാവിധമായ അഭിനന്ദനങ്ങളും ആശംസകളും രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ത്യൻ അസോസിയേഷന്റെ എല്ലാവിധമായ പിന്തുണയും എല്ലാവർക്കും നേർന്നുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഒരുപാട് സന്തോഷം സർ. നിങ്ങളെപ്പോലെയുള്ള പിന്തുണയാണ് ഞങ്ങളുടെ ഊർജ്ജം. ഇന്ത്യൻ അസോസിയേഷൻ്റെ പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഇനി നന്ദി പ്രകടനത്തോടുകൂടി നമ്മൾ ഇന്നത്തെ പരിപാടികളുടെ നന്ദി പ്രകടനത്തിനായി നമ്മുടെ പ്രിയപ്പെട്ട ജോയിന്റ് സെക്രട്ടറി സി മനോജ് കെ വിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. അക്കാഫ് സഹയാത്രികരെ, ആസ്റ്റർ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് കിട്ടിയ കർത്തവ്യം ഇന്നത്തെ ഈ ദിനത്തിൽ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ്. എങ്കിൽ കൂടി ഈ നന്ദി പറയുമ്പോൾ എനിക്ക് ഇവിടെ ഇന്ന് വന്ന നമ്മുടെ മുഖ്യധാരയിലുള്ള എല്ലാ ആൾക്കാരെയും പേരെടുത്ത് പറയാതെ വയ്യ. കാരണം ഇത്ര വലിയ ഒരു ഇനീഷ്യേറ്റീവിന് ആസ്റ്ററുമൊത്ത് അക്കാഫിന് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ, ഇന്നിവിടെ തുടക്കം കുറിക്കാൻ നമ്മോടൊപ്പം തൽസമയത്തെത്താൻ പറ്റിയില്ലെങ്കിലും ദൂരെ നിന്നെങ്കിലും തൻ്റെ തിരക്ക് പിടിച്ച ഷെഡ്യൂളിൽ നിന്നും അല്പം സമയമെടുത്ത് നമുക്ക് ഇന്നത്തെ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആശംസകൾ അറിയിക്കുകയും നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ ശൈലജ ടീച്ചറെയാണ്. ടീച്ചറെ പറ്റി കൂടുതലൊന്നും പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ അക്കാഫിന്റെ പേരിൽ ഞാൻ ടീച്ചർക്കുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി, ഇത്രയധികം ഒരുപാട് സ്ഥാപനങ്ങളുടെ ഉടമയും ആസ്റ്റർ എന്ന ഒരു വൻ മരത്തിന്റെ ചെയർമാനുമായ ഡോക്ടർ ആസാദ് മൂപ്പൻ, നമ്മൾ അക്കാഫ് പ്രവർത്തകർ പറഞ്ഞതിനേക്കാൾ ഉപരി ഞങ്ങൾ പഠിച്ചതിനേക്കാൾ കൂടുതൽ അക്കാഫിനെ പറ്റി പഠിച്ച് അക്കാഫിനെ പറ്റി വളരെ സുദീർഘമായി അതിന്റെ ഹിസ്റ്ററിയും ഞങ്ങളുടെ പ്രവൃത്തികളെയും ഇത്രയധികം ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിച്ച ഡോക്ടർ ആസാദ് മൂപ്പനെ ഒരു നന്ദി വാക്കിൽ
നന്ദി പറഞ്ഞാൽ മതിയാവില്ല എനിക്ക് തോന്നുന്നു. അത് മാത്രമല്ല, ഇന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൂടെ എനിക്ക് ഓർമ്മിക്കേണ്ടിയിരുന്നു, മദർ ഓഫ് കോളേജസ്. നമ്മൾ ഇന്ന് അക്കാഫ് UAE-യിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ലോകത്തെമ്പാടുമുള്ള കോളേജ് അലൂമിനികളുടെ മദറായി ഈ UAE അക്കാഫിനെ അത്തരമൊരു കാഴ്ചപ്പാട് കൂടി കണ്ട ആസാദ് സാറെ 1000 അക്കാഫിന്റെ പേരിൽ 1000 നന്ദി ഞാൻ അർപ്പിക്കുന്നു. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ ഞങ്ങളുടെ എല്ലാം ഐസക് പട്ടാണിപ്പറമ്പൻ. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ഒന്നു മാത്രമാണ് ഇന്ന് അക്കാഫ് ഈ നിലയിലെത്തിയിരിക്കുന്നത്. എപ്പോഴും എവിടെയും ഞങ്ങൾക്കൊരു താങ്ങായും തണലായും മാർഗദർശിയായി തന്നെ പാട്രൺ എന്ന ആ പദവിക്കുപരി ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എന്നും ഞങ്ങളുടെ സഹായത്തിനുള്ള ഐസക് സാറിന് 1000 നന്ദി. പിന്നെ എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത് നമ്മുടെ ബ്രാൻഡ് അംബാസഡർ മിഥുൻ ഇന്ന് വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഒരു പ്രസംഗം ഇവിടെ നടത്തിയിരുന്നു. ബിജുവേട്ടന്റെ ശരീരം ഒന്ന് ശരിയാക്കി എടുക്കണം, അത് വളരെ ഒരു ആശങ്കയേറുന്നതാണ്. അത് തന്നെ ഈ വെൽനസ് ഡേയിൽ അത്തരമൊരു സന്ദേശം തന്നുകൊണ്ട് തന്റെ തിരക്ക് പിടിച്ച സമയത്തിനുള്ളിൽ ഇവിടെ വന്ന് നമ്മോടൊപ്പം അല്പമെങ്കിലും സംവദിച്ച് വളരെ ഗൗരവമായ ആ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച മിഥുന് അക്കാഫിന്റെ പേരിൽ 1000 നന്ദി. ആസ്റ്ററിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു പരിപാടി ഇന്നിങ്ങനെ നടക്കുവാൻ ഒരുപക്ഷെ നിങ്ങൾ ഈ ഫ്രെയിമിൽ കാണുന്ന ഒരുപാട് പരിചയമുഖങ്ങൾക്കുപരി ഇതിന്റെ പിന്നിൽ നിന്നും ഇതിനൊരു ഊർജമായി പ്രവർത്തിച്ച, ഇതിന്റെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളോടൊപ്പം ആസ്റ്ററിന്റെ ഒരു വിങ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെയൊക്കെ ഒരുപക്ഷെ മുഖ്യധാരികൾ നിങ്ങളൊന്നും കാണുന്നുണ്ടാവില്ല, എങ്കിൽ കൂടി അവരുടെയൊക്കെ ഒരു കൺസെപ്റ്റും ആ ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള പരിപാടിയുടെ ആ തുടക്കവുമാണ് ഇന്ന് നമുക്ക് ഈ ഒരു ഗംഭീരമായി തുടങ്ങുവാൻ ഇവിടെ കഴിഞ്ഞത്. പ്രത്യേകമായി പറയാനുള്ളത് നമ്മുടെ ജലീലിക്ക, ഹെഡ് ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ജലീലിക്ക ഇപ്പൊ സംസാരിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ സിറാജിക്ക AGM ആണ് ആസ്റ്റർ കിസീസിന്റെ. അദ്ദേഹമൊക്കെ ഞങ്ങളെക്കാൾ ഇൻട്രസ്റ്റോട് കൂടിയാണ് ഈ പരിപാടിക്ക് അന്ന് മുതൽ ഞങ്ങൾക്ക് മാർഗദർശകമായി പല മീറ്റിങ്ങുകളിലും വന്ന് എത്രയധികം കൺസെപ്റ്റുകളാണ് പറഞ്ഞു തരുന്നതെന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലപ്പുറം അത്രയും ഉപദേശങ്ങളുമായി തന്ന് അത്രയൊക്കെ ആസ്റ്റർ നമ്മളോട് ഇൻവോൾവ് ആയി നിൽക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമാണത്. ജലീലിക്ക ആൻഡ് സിറാജ്ക, എ ബിഗ് താങ്ക് യു. അതേപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച റത്തിൻ അംബാട്ട്, അവരുടെ മൊബൈൽ ക്ലിനിക്കിന്റെ സ്റ്റാഫ് നഴ്സാണ്. നിഷാദ് നസീർ, സീനിയർ എക്സിക്യൂട്ടീവ് ആസ്റ്റർ വോളണ്ടിയേഴ്സ്. വിജോ വർഗീസ്, അസിസ്റ്റന്റ് മാനേജർ കോർപ്പറേറ്റ് സെയിൽസ്. അതേപോലെ നമ്മോടൊപ്പം ഇന്ന് വളരെ തന്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഡോക്ടർ പ്രശാന്ത് അജ്മാനിൽ നിന്നും തന്റെ ക്ലിനിക്കിൽ നിന്നും അല്പസമയം മാറി നിന്നുകൊണ്ട് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും. അത്രത്തോളം നമ്മോട് കടപ്പെട്ട ഒരു ഗ്രൂപ്പിന്റെ ഒരു ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തെ അത്രയധികം പ്രശംസിച്ചേ പറ്റൂ. അദ്ദേഹത്തിനും ഈ ആസ്റ്ററിന്റെ എല്ലാ ടീം അംഗങ്ങൾക്കും എന്റെയും അതേപോലെ തന്നെ അക്കാഫിന്റെയും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മോടൊപ്പം ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന മറ്റ് വിശിഷ്ട വ്യക്തികളായ EP ജോൺസൺ സർ, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ്, അതേപോലെ MCA നാസർ. അദ്ദേഹത്തെയൊക്കെ നമുക്ക് തരുന്ന സപ്പോർട്ടുകൾ വിവരണത്തിന് അതീതമാണ്. കാരണം മീഡിയയിൽ കൂടി അല്ലാതെ ഇത് നമുക്ക് പുറത്തു വിടാൻ പറ്റില്ല. മീഡിയ ഒക്കെ തരുന്ന സപ്പോർട്ടുകളൊക്കെയാണ് ഇന്ന് ഈ പരിപാടി ഒരുപക്ഷെ ഇത്രയധികം ജനനിബിഡമായ ഒരു വേദിയിൽ നമുക്ക് ഒരുക്കാൻ തന്നെ കഴിഞ്ഞത്. ജോൺസൺ സാർ ആൻഡ് നാസർക്ക, താങ്ക് യു വെരി മച്ച്. പിന്നെ എന്തിനേറെ പറയുന്നു, ഈ പരിപാടികളൊക്കെ രാപ്പകലില്ലാതെ നമുക്ക് ഊർജവും ശക്തിയുമായി നിൽക്കുന്ന അക്കാഫിന്റെ ഓഫീസ് ബെയറേഴ്സ്, നമ്മുടെ പ്രസിഡന്റ് ചാൾസ് പോൾ, അതേപോലെ തന്നെ ചെയർമാൻ ഷാഹുൽ ഖാ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹാഷിഖ്, നമ്മുടെ ചീഫ് കോർഡിനേറ്റർ അനൂപേട്ടൻ, ജനറൽ സെക്രട്ടറി VS വിജയകുമാറൊക്കെ രാപ്പകലില്ലാതെ നമുക്ക് എല്ലാവിധ ഉപദേശങ്ങളും തന്നുകൊണ്ട് ഈ ഒരു ടീമിനെ ഫുൾ ഫോഴ്സിൽ നിർത്തിക്കൊണ്ട് ഈ ഒരു പരിപാടി വിജയിപ്പിക്കുവാൻ വേണ്ടി നമ്മോടൊപ്പം നിൽക്കുകയുണ്ടായിരുന്നു. ഇവർക്ക് ഏവർക്കും അക്കാഫിന്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് മറ്റൊരു ഗ്രൂപ്പിനെയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ലേഡീസ് വിങ്, അനൂപ് പ്രമോദൻ, വിദ്യ പുതുശ്ശേരി, ഇവരുടെ നേതൃത്വത്തിലുള്ള ഇത്തര കരുത്താർന്ന ഒരു ലേഡീസ് വിങ്, പ്രത്യേകിച്ചും റാണി ചേച്ചിയെ പോലെയുള്ള ഒരു വളരെ സീനിയർ മെമ്പറുടെ ചെയർമാൻ ആയിരിക്കുന്ന ഈ ഒരു ഗ്രൂപ്പ് എന്തൊക്കെ കൺസെപ്റ്റാണ് കൊണ്ടുവരുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഏറ്റെടുത്തേ പറ്റൂ. കാരണം ഒന്നും നോ പറയാനുള്ള കൺസെപ്റ്റുകൾ കൊണ്ടുവരാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവർത്തനത്തിന് ഇത്രയധികം ചുക്കാൻ പിടിച്ച് മുന്നോട്ട് പോകുന്ന ലേഡീസ് വിങ്ങിനെ ഓരോരുത്തർക്കും അക്കാഫിന്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ നമ്മുടെ ഈ ഒരു പരിപാടിയിൽ തുടക്കം മുതലേ നമ്മോടൊപ്പം വളരെ വളരെ ഓരോ കാര്യങ്ങൾക്കും തന്റെ സംശയങ്ങളൊക്കെ ചാറ്റ് ബോക്സിലും ഗ്രൂപ്പിലൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ബക്കർക്ക,
അതേപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, അതേപോലെ തന്നെ നമ്മുടെ മറ്റ് കോളേജുകളിൽ നിന്ന് മെമ്പർമാർ, തുടക്കം മുതൽ നമുക്ക് 300-ൽ പരം മെമ്പർമാർ ഈ പരിപാടിയിൽ പങ്കെടുത്ത് തന്നെ ഇന്നത്തെ ഇതിന്റെ പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കോളേജ് മെമ്പേഴ്സിനും, നമ്മുടെ GB മെമ്പേഴ്സിനും, നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ഇതുമായി സഹകരിച്ച എല്ലാ പ്രവർത്തകർക്കും അക്കാഫിന്റെ പേരിലും എൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. Anuvada, over for me. മനോജ്, താങ്ക് യു മനോജ്. അങ്ങനെ നമ്മളുടെ മീറ്റിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരുപക്ഷെ എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അക്കാഫ് നമ്മുടെ മെമ്പേഴ്സാണ്, നിങ്ങൾക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇത് നമ്മളുടെ 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ഒരു യജ്ഞത്തിൽ നിങ്ങളെല്ലാവരും ഭാഗമാവണം. ഒരാളെയെങ്കിലും ജീവിതത്തിൽ ആരോഗ്യകരമായ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചാൽ അതൊരു വലിയ സൗഭാഗ്യമായിട്ട് കാണണം. അത് ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ മീറ്റിൽ സഹകരിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് ആസ്റ്ററിന് ഏറ്റവും നല്ല ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ മീറ്റിംഗ് അതുപോലെ തന്നെ അഷ്റഫ്, നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന അഷ്റഫിന് ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ഈ 1 വർഷം നമ്മൾ ഇത് നടത്തുന്നത്. അഷ്റഫിൻ്റെ മകൻ ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിരുന്നു. തീർച്ചയായിട്ടും അഷ്റഫിൻ്റെ ജീവിതത്തിന് ഇനിയും ഞങ്ങൾ അഷ്റഫിൻ്റെ ജീവിതത്തിൻ്റെ കൂടെ തന്നെയാണ്, അഷ്റഫിൻ്റെ ഫാമിലിയുടെ കൂടെ തന്നെയുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന അഷ്റഫിനെ ഞങ്ങൾ എന്നും കൂടെ ആ ഫാമിലിയുടെ കൈപിടിച്ച് ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുന്നു. ഈ മീറ്റിംഗ് ഇവിടെ അവസാനിക്കുന്നു. ഇനിയും എന്തെല്ലാം കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.